ഇവിടെ നമ്മുടെ റാലിയായിരുന്നു, ഭയങ്കര റാലിയാണ്. ഡാനിയൽ സാർ തിരുവനന്തപുരത്ത് കണ്ട് പാളയത്ത് റാലി, രക്തസാക്ഷി മണ്ഡപത്തെ റാലി, VD സതീശൻ റാലി നടത്തുന്നു, നമ്മുടെ സഖാവ് പിണറായി വിജയൻ റാലി നടത്തുന്നു. ചിലർ മോഡി സാറിന് കത്തയക്കുന്നു. മോഡി സാറിനോട് ആരാണ്ടൊക്കെ ഇപ്പോഴും UN ഇന്ത്യയുടെ പാക്ട് ജയശങ്കറിനോട് ചോദിച്ചപ്പോഴും പറഞ്ഞെന്ന് പറഞ്ഞു, അരാം കരോ ബായി, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാം. സ്വോത്രം മിണ്ടത്തിൽ എത്ര ക്ലിയറാണെന്നറിയോ? ഇപ്പോഴും ഇന്ന് ഇറാനുമായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് മാത്രം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇസ്രായേലിനെ ഭയപ്പെടുന്നു? ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാവരും ഈ ഭാഗം കേൾക്കണം. We are at war. October 7, 2023. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളിൽ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ യുദ്ധം ജയിച്ചിരിക്കും. സ്വോത്രം. സൗദി അറേബ്യയിൽ കൂടിയപ്പോൾ അറബ് രാജ്യങ്ങൾ മുഴുവൻ ഒരു പാക്ട് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞതാ, ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ 1400 പേരെ ഒറ്റ രാത്രി കൊണ്ട് കൊല്ലുവാൻ ഹമാസിന് ആര് ലൈസൻസ് കൊടുത്തു? ചർച്ച വെക്കാമായിരുന്നു. അതിന് ഞങ്ങൾ പകരം ചോദിച്ചേ മതിയാകൂ. സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് ടെക്നോളജിയിൽ സഹകരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വ്യക്തി ഉണ്ടെങ്കിലും അർത്ഥം അവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. രണ്ട് കാര്യം ഓൺലൈനിൽ കേൾക്കണം. 1998 എല്ലാവരും കേൾക്കണം. ഇസ്രായേൽ അതിവിദഗ്ധമായൊരു സാധനം ഉണ്ടാക്കി, അതിൻ്റെ പേര് എത്തനിക് ബോംബ്. അതിൻ്റെ പ്രത്യേകത എല്ലാവരും കേൾക്കണം. നമുക്ക് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു മാള് പോലെ ബാളിനകത്ത് വൈറസ് ആക്കി വെച്ചിട്ടുണ്ട്. അതെവിടെങ്കിലും വലിച്ചെറിഞ്ഞാൽ അപ്പൂപ്പൻ താടി പറക്കുന്നത് പോലെ ലോക രാജ്യങ്ങളിൽ വൈറസ് ആഞ്ഞടിക്കും. അതിവിടെ ഒന്ന്. രണ്ടാമത്തെ കാര്യം, അത് കണ്ടിട്ടാ എത്തനിക് ബോംബ് കണ്ടിട്ടാ ചൈന വുഹാനിൽ ലാബിനകത്ത് കൃത്രിമമായി വൈറസ് ഉണ്ടാക്കിയത്. കാര്യം തെറ്റിപ്പോയി. ഒരു പെങ്കൊച്ച് കൊല്ലത്ത് ദാണ്ടിങ്ങനെ ലാബിനകത്ത് രക്തം മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കുന്നത് പോലെ ഉച്ചയ്ക്ക് കൺസിഡർ ചെയ്ത് ഇത് അനാലിസിസ് ചെയ്തപ്പോഴേ അവക്കുള്ള കോട്ടിനകത്തോട്ട് ഈ വൈറസ് നോവൽ കൊറോണ ചാടിയത്. പെങ്കൊച്ചും അറിഞ്ഞില്ല. വൈകിട്ട് ഇത് കഴിഞ്ഞവൾ വാടി കടപ്പുറത്ത് മീൻ മേടിക്കാൻ പോയാൽ വുഹാൻ മാർക്കറ്റിൽ ചെന്നപ്പോൾ വൈറസ് മട്ടൻ കടയിലും ഇറച്ചിക്കടയിലും ഇറങ്ങിയതാ, ലോകം മൊത്തം ഇറങ്ങിയത്. മൾട്ടിപ്ലിക്കേഷൻ. ഇത് ഇസ്രായേലിൻ്റെ ടെക്നോളജി കണ്ടിട്ട് ചൈന ഈ വൈറസ് ഉണ്ടാക്കിയത് കൈവിടപ്പെട്ടു പോയി. ഇന്നും യഹൂദൻ്റെ കയ്യിലിരിപ്പുണ്ട് ഒന്ന് എത്തനിക് ബോംബ് വിത്ത് മൈന്യൂട്ട് വൈറസ്. രണ്ട്, ചെറുപ്പക്കാരും ദൈവദാസന്മാരും എല്ലാം നോട്ട് ചെയ്യണം. ഇന്ന് ഇസ്രായേലിൻ്റെ കയ്യിൽ ഒരു പൊടിയിരിപ്പുണ്ട്, അതിൻ്റെ പേര് വൈറ്റ് ഫോസ്ഫറസ്. വൈറ്റ് ഫോസ്ഫറസിൻ്റെ പ്രത്യേകത, അത് നമ്മുടെ ശരീരത്തിനകത്ത് മൂക്കിനകത്ത് ഇറങ്ങിയാൽ നെർവസ് സിസ്റ്റം ഫെയിലാവും. പതിയെ നട്ടല് പഴുക്കാൻ തുടങ്ങും. ഇന്നത്തെ അന്തോണീസ് ഗുട്ടറാസ്, UN ജനറൽ സെക്രട്ടറി, ഹമാസുമായിട്ടുള്ള അടി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവോട് പറയും, സാറേ നിങ്ങൾ ദയവ് ചെയ്തത് കൊടയരുത്. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഞങ്ങളിൽ ഒരുവനെങ്കിലും ഉണ്ടെങ്കിൽ, നാടൻ ഭാഷ ഞങ്ങളുടെ ഉപദേശിമാർ യോഗത്തിന് പോകുമ്പോൾ കുട്ടിക്കൂറ പൗഡർ കുടയുന്നത് പോലെ കുടഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയാം? അവർ നിവർന്ന് നിൽക്കുമ്പോൾ നട്ടല് പഴുത്തവർ കുനിഞ്ഞു പോകും. ബൈബിളിനകത്തുണ്ടോ? വായിക്കാൻ സമയമില്ല. സെക്കരിയ പ്രവചനം 14:12. അന്ത്യദിനം ഇത് കൊടയും. യെരൂശലേമിനോട് യുദ്ധം ചെയ്യാൻ വരുന്ന ജാതികൾ യഹോവ ശിക്ഷിപ്പാനുള്ളത്. അവർ നിവർന്ന് നിൽക്കുമ്പോൾ അവരുടെ ശരീരം ചീഞ്ഞഴിയും. നർവസ് ഇൻഫെക്ഷൻ അത് ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട് മക്കളെ. അതുകൊണ്ട് ഈ കുഞ്ഞൻ 22,160 കിലോമീറ്റർ കേരളത്തിൻ്റെ 6 ഡിസ്ട്രിക്റ്റുള്ള ഈ 93 ലക്ഷം ജനമുള്ള യവൻ ലോക രാജ്യങ്ങളെ കടന്ന് വെല്ലുവിളിക്കുന്നത്. ഇന്ന് രാത്രി ഇന്ന് പകൽ നിങ്ങൾ ചോദിക്കുക, ദൈവദാസന് എന്തുകൊണ്ടാ അത് കൊടയാത്തത്? ഇന്ന് പകൽ നമ്മുടെ സെമിനാറിനകത്ത് വിശ്വാസത്തോടെ ഒരു കാര്യം പറയാം. ആ വൈറ്റ് ഫോസ്ഫറസ് ഇവിടെ കൊടയുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടാനുണ്ടാരാ? കാൽവറിയിലെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരവ്. ടുഡേ മോർണിംഗ് വി ആർ അറ്റ് ദ സെമിനാർ ക്രിസ്ത്യൻ ലൈവ് നിക്കോഗെ. ഇന്ന് പ്രഭാതത്തിൽ നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. കൊല്ലത്തുള്ള ദൈവത്തിൻ്റെ ഭക്തന്മാരെ, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. രാത്രി കഴിവാറായി, പകലടുത്തുപോയി. നമ്മുടെ കാന്തൻ മടങ്ങി വരാറായി. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദ പാർട്ട് 1 ഇസ്രായേൽ ആൻഡ് ഗാസ. ദ നെക്സ്റ്റ് വൺ വരാൻ പോകുന്നു സിറിയ. കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ടെ. സിയ പ്രവചനം 17-ാം അധ്യായം 1-2. അടുത്ത അടി തുടങ്ങിയതേ ഉള്ളൂ, ഇതവൻ അവസാനിപ്പിക്കത്തില്ല. വായിക്കാം. ദമ്മേശക്കിനെ കുറിച്ചുള്ള പ്രവാചകം. സിറിയയുടെ തലസ്ഥാന ഡമാസ്കസ്. ദമ്മേശക്കിനെ കുറിച്ചുള്ള പ്രവചനം. അടുത്ത വാക്ക്, ഇതാ ദമ്മേശക്ക് ഒരു പട്ടണമായിരിക്കാത്തവണ്ണം, ഡമാസ്കസ് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. സിറിയ കട്ടക്കിട്ടവൻ അടിച്ചുകൊണ്ടിരിക്കുക. ഒരിടത്ത് ഹമാസിനെ അടിക്കുന്നു. സെക്കൻഡ് വൺ സിറിയ. യവന്മാരെല്ലാം ഒക്ടോബർ 7 അവന്റെ പിൻപിൽ യാഗ്യാസിൻവറിന്റെ പിൻപിൽ അവരെല്ലാം ഉണ്ടെന്ന് ഇസ്രായേലിന് അറിയാം. അടുത്ത വാക്ക്, അത് ശൂന്യ കൂമ്പാരമായി തീരും. സിറിയ അല്ലേ തന്നെ റെഡിയായി, ശൂന്യ കൂമ്പാരമായി കഴിഞ്ഞു. അടുത്ത വാക്ക്, ആരോവർ പട്ടണങ്ങൾ. ആരോവറ ഇന്നത്തെ യമന്റെ തീരമായ അൽ ഹുദൈബ തുറമുഖം എണ്ണ കിണർ. ഹൂത്തി വിമതർ
അവരും അവനെ അടിച്ചു കഴിഞ്ഞു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഒക്ടോബർ 7 തുടങ്ങിയത് എല്ലാവരും വിചാരിച്ച് ഹമാസ് കൊണ്ട് അവസാനിക്കുമെന്ന്. ഹമാസിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് വൺ അറ്റാക്ക് ഓൺ സിറിയ, ദ തേർഡ് വൺ നിങ്ങൾ കണ്ടു. 2000 കിലോമീറ്റർ ദൂരെ സൂപ്പർ മിസൈൽ അടിച്ച് അവൻ്റെ എണ്ണക്കിണറും കത്തിച്ചു, ഹൂത്തി വിമതരെയും കൊന്നു. ഇതൊരു അന്ത്യ സംഭവം. ഒരേ സമയം 1, 2, 3 അടി നടന്നുകൊണ്ടിരിക്കുക. ഇത് ബാൾക്ക് അത് കഴിഞ്ഞിട്ട് 4 ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ലെബനോൻ ഉണ്ടോ? ലെബനോൻ സംഘടന അന്ത്യ ദിവസത്തിലേക്ക് ചെല്ലുന്നത്. വിശുദ്ധ ബൈബിൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞ് അത് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ നിർത്താം. സെക്കരിയ പ്രവചനം 10, പിന്മഴയുടെ കാലത്ത് നീ യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ മിന്നൽ പിണർന്നേക്കും. അന്ത്യകാലത്തിൻ്റെ ഉണർവ് ലോകത്തിൽ. സെക്കരിയ പ്രവചനം 11 ലെബനോൻ. സെക്കരിയ പ്രവചനം 12 അവർ കുത്തിയവങ്കിലേക്ക് നോക്ക്. 13 ഇസ്രായേലിന്റെ പാപപരിഹാരത്തിന് വേണ്ടി ഒരു ഉറവ. 14 അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും കാന്തന്റെ വരവ്. ക്ലിയർ, എത്ര ക്ലിയർ. അങ്ങനെയെങ്കിൽ ലെബനോനെ ആക്രമിക്കൂ. ലെബനോൻ കത്തുമോ? ബൈബിളിനകത്തുണ്ട്. ഇതെല്ലാം ക്ലിയർ. നമ്മുടെ ബൈബിൾ വായിക്കാം. സെക്കരിയ പ്രവചനം 11 1, 2 വാക്യങ്ങൾ. ഇന്നത്തെ ലെബനോൻ വായിച്ചട്ടെ. സെക്കരിയ പ്രവചനം 11 1, 2 വാക്യങ്ങൾ. ലെബനോനെ നിന്റെ ദേവദാരുക്കൾ തീക്കിരയായി തീരേണ്ടതിന് 100 വില്ലേജ്. എല്ലാവരും കേട്ടോ ചായമാരെ, ടെലിവിഷൻ കാണണം. 100 വില്ലേജ് ആവും പിടിച്ച് ഇസ്രായേൽ. ഇപ്പൊ അവിടെ കൊടിയും കെട്ടി. നിന്റെ ദേവദാരു എത്ര നല്ലൊരു ഭംഗിയുള്ള രാഷ്ട്രമായിരുന്നെന്നറിയാം ഈ ലെബനോൻ്റെ കണക്ക് സൗന്ദര്യം. അതുകൊണ്ടല്ലേ പണ്ടൊരു സിനിമാക്കാരൻ പാടിയ ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. സന്തോഷമില്ലല്ലോ. അങ്ങനെ ഏറ്റവും നല്ല മരങ്ങളുള്ള സ്ഥലമായിരുന്നു ലെബനോൻ. അതൊരു ക്രിസ്ത്യൻ രാഷ്ട്രമായിരുന്നു. അത് കൈക്കലാക്കിയത്. ഇതെല്ലാം ഇറാൻ്റെ കയ്യാ. 1980 ശേഷം അത് പോയത്. ദാണ്ട് മൊത്തം കത്തിച്ചില്ലേ ലെബനോനെ? കണ്ടില്ലേ? ലെബനോനെ നിന്റെ ദേവദാരു കത്തും. ദാ കിടക്കുന്ന നിന്റെ വാതിൽ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. തീക്കിരയായി തീരേണ്ടതിന് വാതിൽ തുറന്നു വെക്കുക. ദാ കണ്ടില്ലേ? 100 വില്ലേജ് ഇസ്രായേൽ കത്തിച്ചത് ലെബനോനകത്ത്. നിങ്ങൾ കണ്ടില്ലേ? 3.5 ലക്ഷം പേർ ഓടിപ്പോയി സിറിയയിലേക്ക്. എല്ലാം തീർക്കും. അടുത്തത് വായിക്കാം. ദേവദാരു വീണും. ദേവദാരു സകല മരങ്ങളും അഥവാ ഇന്നത്തെ ലെബനോന്റെ സൗന്ദര്യം മുഴുവൻ കത്തിക്കഴിഞ്ഞു. അടുത്തത് മഹത്തുക്കൾ നശിച്ചുമിരിക്കും. അയ്യോ, അതാ ഇന്നത്തെ ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസറുള്ള. മഹത്തുക്കൾ നശിച്ചു. മഹത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഇന്നവിടെ ദഹിയാൻ ഒരു ഡിസ്ട്രിക്റ്റ് മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഹിസ്ബുള്ളയാ, ഇറാനോട് ചേർന്ന്. പുള്ളിക്കാരൻ ബങ്കറിൽ പോയിരുന്നതാ. അവിടുത്തെ ഹസൻ നസറുള്ള തട്ടിയത്. ആമോസിന്റെ പ്രവചനം വീട്ടിൽ ചെന്ന് വായിക്കണം. വായിക്കുന്നില്ല, നോട്ട് ചെയ്തു. ആമോസ് 8 നീ പാതാളത്തിൽ തുരങ്കത്തിൽ കയറിയാലും അവിടെ നിന്ന് എൻ്റെ കൈ നിന്നെ പിടിക്കും. സ്വത്രം. ആമോസ് 8:2 നിങ്ങളുടെ കൈ കിടപ്പുണ്ട്. സ്വത്രം. ഏത് ബങ്കറിനകത്ത് ആര് പോയിരുന്നാലും ആളില്ല, ഡ്രോൺ വഴിയാലും അവൻ്റെ കരം എത്തുമെന്ന്. സ്വത്രം. ആമോസ് 8:2. ലെബനോന്റെ മഹത്തുക്കൾ പോയി. അടുത്ത വാക്ക് ദുർഗവനം വായിച്ചാട്ടെ. സരളവൃക്ഷമേ ഓളിയിടുക. സരളവൃക്ഷമേ ഓളിയിടുക. ലെബനോനിലെ കുഞ്ഞുങ്ങളെ കാണിക്കുന്നത്. എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു. സകലരും റെഡിയാക്കി കഴിഞ്ഞു. എവിടം തൊട്ട് എവിടം വരെ പോയെന്നറിയാമോ? സ്വത്രം. എല്ലാം ജീവനും കൊണ്ട് ഓടുക. ഒരു കാലത്ത് സൗന്ദര്യത്തിൻ്റെയും ക്രിസ്തീയ ചാതുര്യയുടെയും നല്ല ഇതായിരുന്നു ലെബനോൻ. അതെല്ലാം പോയി. സരളവൃക്ഷമേ ഓളിയിടുക. പിന്നെ ഇസ്രായേൽ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. എല്ലാവരും കേൾക്കണം. ട്രംപ് ഭയങ്കര അജണ്ട ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യുന്നത്? ഇപ്പം ഗാസ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? യവന്മാർ കമ്പിവേലി ഇട്ടുകൊണ്ടിരിക്കുക. സ്വത്രം. അത് കഴിഞ്ഞിട്ട് ലെബനോനിൽ 100 വില്ലേജ് കമ്പിവേലി ഇട്ടുകൊണ്ടിരിക്കുക. സിറിയയിലും പിടിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ അറബ് ലീഗിനെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയും പറയുന്നുണ്ട്. മദീന നേരത്തെ അവരുടെ ആയിരുന്നു, അത് ഞങ്ങൾക്ക് വേണമെന്ന്. സ്വത്രം. അവിടെ കണ്ട് കത്തിയ പള്ളിയുണ്ടെന്ന്. സ്വത്രം. അതിന് ട്രംപ് ഒളിവിൽ സപ്പോർട്ട് കൊടുക്കുന്ന ട്രംപ് പറയുന്നു വി നീഡ് ഗ്രേറ്റർ ഇസ്രായേൽ. സ്വത്രം. യഹൂദൻ്റെ വോട്ട് കിട്ടാൻ ഓണത്തിന് പുട്ട് കച്ചവടം. സ്വത്രം. അത് അവിടെയും തുടങ്ങി. സ്വത്രം. മനസ്സിലാകുന്നവർക്കായി. നമ്മുടെ കൊല്ലത്തുനിന്ന് ഒരു അച്ചായൻ നാടൻ ഭാഷ സുൽത്താൻ ബത്തേരി പോയി. അവിടെ ചെന്നപ്പോൾ അമ്പലവയൽ സർക്കാരിന് ഇച്ചിരി പൈസ അടച്ച 10 ഏക്കറാണ് കൊടുത്തത്. അപ്പോൾ അളക്കാൻ വന്ന വില്ലേജ് ഓഫീസറും തഹസീൽദാരും ഉണ്ടായിരുന്നു. നമ്മുടെ ഭാഷ 2 കവറൂടെ കൊടുത്ത ഒരു 5 ഏക്കറൂടെ കുറ്റിയിട്ട്. മനസ്സിലാകുന്നവർക്കായി. സ്വത്രം. ഒരിടത്തൂടെ ആക്രമണം നടത്തുന്നു, മറ്റിടത്തൂടെ കമ്പിവേലി ഇടുന്നു. സ്വത്രം. ഇതാ യഹൂദൻ്റെ പരിപാടി. ലെബനോന്റെ വില്ലേജിനകത്ത് പോയി 6 കാലുള്ള വെള്ള പതാക ഉയർത്തിയിട്ട് പറഞ്ഞ് ഇത് ഞങ്ങളുടെയാന്ന്. സ്വത്രം. ലെബനോനിലെ കാവൽ പ്രധാനമന്ത്രി പറഞ്ഞ് ചേട്ടാ എടുത്തു, അടിക്കാതെ ഞങ്ങളെ വിട്ടേക്കാം. സ്വത്രം. ഇതാ 100 വില്ലേജ് അവന്മാരെടുത്ത. ഇതെല്ലാം ലെബനോനിലെ ദുർഗവനം. അടുത്ത വാക്ക് വായിച്ചോട്ടെ. അടുത്ത ദുർഗവനം വീണിരിക്കുകയാണ്. കിടക്കുന്ന. അതാ ഇന്നത്തെ ലെബനോൻ കരയുന്നു. ലെബനോന്റെ ചരിത്രത്തിൽ 1982 ഒരു ചെറിയ കശപിശയുള്ളായിരുന്നു. 32 വർഷം കഴിഞ്ഞപ്പോൾ പച്ചക്കിട്ട് ഇസ്രായേൽ ലെബനോനെ അടിക്കുന്നു. അന്ത്യകാലം. ഇടയന്മാരുടെ മഹത്വം. വായിച്ചേട്ടെ മക്കളെ.
ബാശാനിലെ കരുവേലകങ്ങളെ കരുവേലകങ്ങള് ഓളിയിടുവീൻ. കിടക്കുന്ന അറബ് ലീഗ് മുഴുവൻ നിലവിളിക്കുക. കിടക്ക് എന്ന് നാളെ ഇനി എവിടെ ചെന്നു എന്നറിയത്തില്ല. കുടിച്ച വെള്ളത്തെ അവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അടുത്തത് ഈ ചർച്ച ചെയ്യുന്ന ഇടയന്മാർ, രാഷ്ട്രീയ നേതാക്കൾ, ഇവരാരും പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇടയന്മാരുടെ മഹത്വം നശിച്ചിട്ട് കിടക്കുന്ന മതി, ആര് പറഞ്ഞാലും കേൾക്കാത്ത ലെബനോൻ അറ്റാക്ക്. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ കേട്ടോ, 4 ആക്രമണങ്ങൾ ഇപ്പോഴായി. 1 ഇസ്രായേൽ ഹമാസ്, then ഇസ്രായേൽ സിറിയ, then ഇസ്രായേൽ യമൻ, then ഇസ്രായേൽ ലെബനോൻ. ദ 5th വൺ ഇപ്പോഴും നടക്കുന്നു. ഇസ്രായേൽ ഇറാൻ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സൈബർ അറ്റാക്ക് അങ്ങോട്ട് നടക്കുന്നില്ലയോ? ഇറാന്റെ സൈബർ നിലയങ്ങൾ മുഴുവൻ അവൻ തകർത്ത് കഴിഞ്ഞു. ആണവ നിലയങ്ങൾ തകർത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ പെട്രോൾ പമ്പിനകത്ത് എണ്ണ ലിറ്റർ കണക്കിന് കൊടുക്കുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം മുഴുവൻ കഴിഞ്ഞു. ഇപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കത്തില്ല. അതിൻ്റെ പിൻപിൽ അമേരിക്ക വേണം. പക്ഷേ അമേരിക്ക ഇപ്പോൾ സപ്പോർട്ട് കൊടുക്കത്തില്ല. ഇപ്പോൾ ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ഒരു ആണവ രാഷ്ട്രമാണ്. അതെല്ലാ ഭാഗത്തും പ്രതിസന്ധി ഉണ്ടാവും. സൂയസിലും ചെങ്കടലിലും അതുപോലെ മിഡിൽ ഈസ്റ്റിലും കോവിഡ് കഴിഞ്ഞ രാജ്യങ്ങളൊന്ന് ലെവലായിട്ട് വരുക. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇസ്രായേൽ ഒറ്റയടിക്ക് ഇറാനെ ആക്രമിക്കുവാൻ ആര് സമ്മതിക്കത്തില്ല? അമേരിക്ക സമ്മതിക്കത്തില്ല. അതിൻ്റെ മലയാളം കൊടുങ്കാറ്റിന് മുമ്പിട്ടുള്ള ഒരു ശാന്തതയായി ഇത് വിശ്വസിക്കുന്നവർക്കായി. അതുകൊണ്ട് ഇസ്രായേൽ ഇടയ്ക്കിടയ്ക്ക് ബാലിസ്റ്റിക് മിസൈൽ ഇറാൻ അടിക്കും. ഇറാനും പൂർണ്ണമായിട്ട് ഇസ്രായേലിനെ അടിക്കാൻ വരത്തില്ല. ഇത് ഇത്രയും നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം 7ാമതൊരു സംഭവം കൂടെ നടന്നു. 7ാമത്തെ സംഭവം എന്താണെന്നറിയാമോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സിറിയക്കകത്ത് റഷ്യയ്ക്ക് ഒരു എയർബേസ് ഉണ്ട്, അൽ ഖമീമി എയർബേസ്. അതിൻ്റെ മണ്ടയ്ക്ക് യഹൂദൻ അടിച്ച് അവനെ അങ്ങ് നിരത്തി കൊടുത്തു. സ്വോത്രം. ഇറാനിൽ നിന്ന് വന്ന വിമാനം അവിടെ ലാൻഡ് ചെയ്തു, അതിനെ തകർത്തു. റഷ്യയുടെ എയർബേസ് ഇസ്രായേൽ തകർത്തു, അൽ ഖമീമി എയർബേസ്. അങ്ങനെയെങ്കിൽ ഇന്ന് ചില നേതാക്കൾ മരിക്കപ്പെട്ടപ്പോൾ ഇനിയുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഇറാന്റെ 3 നേതാക്കളെ ഇസ്രായേൽ കൊന്നത്. അതിലൊന്ന് ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞൻ മൊഹസിൻ ഫക്രിസാദ, ഇറാന്റെ രാഷ്ട്രത്തിന്റെ ഉപദേഷ്ടാവായ മൊഹസിൻ ഫക്രിസാദ. 3 ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇസ്മായിൽ ഹനിയ. എല്ലാവരും കേൾക്കണം, ഇസ്മായിൽ ഹനിയ. ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്നു ഇബ്രാഹിം റൈസി. 3 പേർ. മൊഹസിൻ ഫക്രിസാദ, അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം റൈസി, കസീം സുലൈമാനി. ആ ഇബ്രാഹിം റൈസിയുടെ മരണയാത്ര, വിലാപയാത്ര നടന്നപ്പോൾ ഇസ്മായിൽ ഹനിയെ ആര് കൊന്നു? ആളില്ല, ഡ്രോൺ ഇസ്രായേൽ കൊന്നു. ഇറാന്റെ പ്രധാനമന്ത്രിയും കൊന്നത് ഇസ്രായേലാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അൾജീരിയയുടെ അതിർത്തി അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോയതാ ഇറാന്റെ 3 ഹെലികോപ്റ്റർ. 2 ഹെലികോപ്റ്റർ മടങ്ങി. 3ാമത്തെ ഹെലികോപ്റ്ററിൻ്റെ GPS ഇൻ്റർനെറ്റ് വഴി കട്ട് ചെയ്ത് റൂട്ട് മാറി. അങ്ങനെ ഇറാൻ്റെ പ്രസിഡന്റിൻ്റെ ഹെലികോപ്റ്റർ തകർന്നു. സ്വോത്രം. അതിൻ്റെ ബാക്കിയൂടെ പറയാം. റഷ്യയുടെ പ്രസിഡന്റ് ഇപ്പോൾ വീട്ടിൽ നിന്ന് എങ്ങോട്ട് യാത്രയില്ല, വിമാനത്തിൽ. കാരണത്തേ ഉള്ളൂ, വിമാനത്തിൽ അവൻ കയറിയാൽ ഇസ്രായേലിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. എലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക, ഇന്നത്തെ ലോകരാജ്യങ്ങളുടെ സാറ്റലൈറ്റിൻ്റെ സംവിധാനം, അതുവഴി വിമാനത്തിൻ്റെ GPS തിരിച്ചാൽ രാവിലെ വൈകിട്ടും വൈകിട്ട് രാവിലെ ആവും, റൂട്ട് മാറും. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് ഇന്നത്തെ റഷ്യയുടെ പ്രസിഡന്റ് വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല, അവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. എയുടെ മുഴുവൻ ആരെയില്ല, ഇവിടെ ഇന്ത്യക്കാരെയിലല്ല, മൈക്രോസോഫ്റ്റും IBM-ഉം ഇൻ്റലും ഇവിടെ ടെക്നോ പാർക്കാരിൽ എയുടെ മുഴുവൻ കാര്യം ചെയ്യുന്ന ഒരു ഇസ്രായേൽ ശാസ്ത്രജ്ഞൻ. അവൻ്റെ പേര് സാൾട്ട് മാൻ. കഴിഞ്ഞ ദിവസം അവൻ്റെ സിംജത്തോറയിൽ ഇസ്രായേലിലെ പ്രധാനമന്ത്രി പറഞ്ഞു, നമ്മളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തലവൻ സാൾട്ട് മാൻ, യഹൂദൻ. സ്വോത്രം. അവൻ്റെ കയ്യില. ഇവിടെ നിങ്ങളൊക്കെ പറയുന്ന പോലല്ല, ഇൻ്റലും IBM-ഉം മൈക്രോസോഫ്റ്റും അവൻ്റെ കൂടെ കാണും വടക്കിന് പോയി കഴിഞ്ഞാൽ താണ്ടി കടപ്പാക്കടവൻ നിർത്തി 2ാം കുറ്റിയിൽ പവർ ഹൗസ് ഉണ്ട്. സ്വോത്രം. ഒരു സുപ്രഭാതി അവൻ ചായ കുടിച്ചിട്ട് 3 പീസ് ഊരിയാൽ കൊല്ലം നിശ്ചലം. സ്വോത്രം. ATM-ൽ പൈസയില്ല, SBI സിസ്റ്റം ഇല്ല. കഴിഞ്ഞ ദിവസം കണ്ട് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു സിസ്റ്റം ഡൗൺ ആയപ്പം ഇൻഡിഗോയുടെ 150 വിമാനം ഹല്ലേലൂയ ഓശന്ന താഴെ കിടക്കുന്നു. സ്വോത്രം. ആറ്റയിൽ ടിക്കറ്റ് എടുത്തവൻ കരയാൻ തുടങ്ങി. സ്വോത്രം. യഹൂദൻ്റെ കൂടെ മത്സരിക്കാൻ പോയ എൻ്റെ ചിന്നമാമയെ അന്ന് പിന്നെ ATM കാർഡ് ഓടത്തില്ല, കൈവച്ച പൈസയില്ല, ഫോൺ പേയും ഗൂഗിൾ പേയും പേടിഎമ്മും എല്ലാം പോകും. സ്വോത്രം. അത്യാവശ്യം ഞാൻ ദൈവനാമത്തിൽ പറയാം, ഒരു 10,000 രൂപയെങ്കിലും ബന്ധിക്കൂസാർ കാശെടുത്ത് കൈവച്ചേക്കണേ. സ്വോത്രം. ഇടയ്ക്ക് കവർവാൽ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ യവൻ സൂര്യ നമ്മുടെ ഗൂഗിളും ഇല്ല, ഫോൺ പേയും ഇല്ല, ഒന്നുമില്ല. ATM-ൻ്റെ കിയോസ്ക് മൊത്തം എവൻ്റെ ഇത് ആർക്കും അറിയത്തില്ല. സ്വോത്രം. ബാങ്ക് ജീവനക്കാർക്ക് അറിയാം, അതുകൊണ്ട് അവരാരും മിണ്ടത്തില്ല. സ്വോത്രം. അതുകൊണ്ട് ആ കാര്യം യവൻ സൂര്യ തീർന്ന്. അന്ന് ഞങ്ങളുടെ പ്രത്യേകത ഉദയിച്ച് വരെ വാട്സപ്പും പോയി കല്ലടയാറ്റി ചാടുമെന്ന് പേടിയാ. സ്വോത്രം. എവിടം വരായി കാര്യം. ഫേസ്ബുക്ക് ആരാ? സക്കർബർഗ്. അവനെല്ലാം അവൻ്റെ ആൾക്കാരാ. 100 ലോകത്തിലെ സകല കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനാ. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്മായിൽ ഹനിയുടെ മരണം നടന്നപ്പോൾ തുർക്കിയിലെ തൊയ്ബർ ദോഗൻ പറഞ്ഞൊരു കാര്യമുണ്ട്.
ഇനി റഷ്യ നമ്മളെ നയിക്കും. വചനം മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി പകൽ അറബ് ലീഗിന്റെ നേതാവായി റഷ്യ വരുമെന്ന് വാക്യം വായിക്കേണ്ട. എസെക്കിയേൽ പ്രവചനം 38:7. ഒരുങ്ങിക്കൊള്ളുക റഷ്യയെ, നീയും നിന്റെ സമൂഹമൊക്കെയും നിന്റെ അടുക്കൽ കൂടിയിരുന്നവരൊക്കെ ഒരുങ്ങിക്കൊള്ളുക. അതിന്റെ അർത്ഥം നീ അവർക്ക് മേധാവിയായി തീരും. ദ ടോപ്പ് മോസ്റ്റ് ലീഡർ ഓഫ് അറബ് ലീഗ് കമ്മിങ് റഷ്യ. അതിൻ്റെ കൂടെ ഇപ്പം കൊറിയ അവന് സപ്പോർട്ടാ. ചൈനക്കാരൻ നേരത്തെ തന്നെ ആരോടാ? പലസ്തീൻ വിഷയത്തെ അറബ് ലീഗിനോടാ. അങ്ങനെയെങ്കിൽ നീ അവസാനം ഇത് വരും, ഒടുക്കം ലാറ്റർ ഡേയ്സ് ആർ യു വിസിറ്റഡ്. റഷ്യ സന്ദർശിക്കപ്പെടുക. എസെക്കിയേൽ 38:8 വായിക്കണ്ട. വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്ത് നീ ഒടുക്കം വന്നു ചേരും. അറബ് ലീഗും റഷ്യ. അതേതാ? നിരന്തരം ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഇന്ന് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം. ആ യുദ്ധത്തിന്റെ പേരാ 3-ാം ലോക മഹായുദ്ധം. എന്നാൽ ഇന്ന് പകൽ സെമിനാറിൽ പങ്കെടുക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം നടക്കും. എന്താ സംഭവം? എല്ലാവരും കേൾക്കണം ശ്രദ്ധയോടെ. ഇതാ സുവിശേഷ പ്രഭാഷണം. കൊല്ലം കടപ്പാക്കടയിൽ ഒരു 2 നില വീട്. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ആ 2 നില വീട്ടിനകത്ത് ഒരു ചെറുപ്പക്കാരി. അവർ വെളിനാട്ടിലായിരുന്നു. അവന് 38 വയസ്സ്, പെൺകുട്ടിക്ക് 36. നാട്ടിൽ വന്ന് മക്കളിൽ അനേക ട്രീറ്റ്മെന്റ് നടത്തി. KJKയിലും അതുപോലെ ക്രെഡൻസിലും ഒക്കെ പോയി. ഇപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടി. ആ കുഞ്ഞിന്റെ പ്രത്യേകത, 2 വയസ്സുള്ള കരിക്കട്ട പോലെ ഒരു ആൺകുട്ടി. ചെറുപ്പക്കാരന് 42 വയസ്സ്. നാടൻ കഥ. പെൺകുട്ടിക്ക് 40 വയസ്സ്. ഇനി ഒരു കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല. കൊല്ലം കടപ്പാക്കടയിൽ നല്ല വീട്, കാറ്. ഒരു സുപ്രഭാതത്തിൽ ഒരു സമാധാനത്തിൽ ഹല്ലേലൂയ രാവിലെ ആഹാരം കഴിച്ചു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. 1:30-ക്ക് 3 പേരും ഒരു മുറിക്കകത്ത് ഉറങ്ങാൻ കിടന്നു. AC ഒക്കെ ഇട്ട് കുഞ്ഞിനെ ചേർത്ത് വെച്ചുറക്കി. 3:30-ക്ക് ചെറുപ്പക്കാരിയും എഴുന്നേറ്റപ്പോൾ 2 വയസ്സുള്ള കരിക്കട്ട പോലെയുള്ള ആൺകുട്ടി സുഖമായി കിടന്നുറങ്ങുന്നു. അവരൊരു തലയണ കൊച്ചു കുഞ്ഞിനെ അമ്മ വെക്കുന്ന പോലെ അവിടെ വെച്ചിട്ട് ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്തതെന്നറിയാമോ? ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വരാൻ അവരുടെ വീട് കഴിഞ്ഞ് ഒരു 200 മീറ്റർ അപ്പുറത്ത് അല്പം തേടിയും തെങ്ങുകൊണ്ട് നനയ്ക്കാൻ പോയി. അവർ 200 മീറ്റർ നനച്ചുകൊണ്ടിരുന്നപ്പോൾ അയൽ വീട്ടുകാരുടെ നിലവിളി, പുക വീട് കത്തുന്നു. ഓസും വെള്ളവും കളഞ്ഞിട്ട് ചെറുപ്പക്കാരി ഓടി വന്നു. കണ്ട കാഴ്ച, തങ്ങളുടെ 2 നില വീട് കത്തിക്കൊണ്ടിരിക്കുക. നാട്ടുകാർ ചുറ്റും കൂടിയിരിക്കുക. തങ്ങളുടെ 2 വയസ്സുള്ള രക്തത്തിൽ പിറന്ന കുഞ്ഞവിടെ കിടക്കുക, ബെഡിനകത്ത് കിടക്കുക. പ്രിയ സഹോദരങ്ങളെ, അവർ 2 പേരും കരം കൊടുത്ത് പറഞ്ഞു, നമുക്ക് അകത്ത് പോകാം. നാട്ടുകാർ പറഞ്ഞു, നിങ്ങളും മരിക്കും. വേണ്ട. ആ മാതാവും പിതാവും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞാ, ഇനി ഞങ്ങൾക്ക് വേറൊരു കുഞ്ഞിനെ കിട്ടത്തില്ല. ആരൊക്കെ തള്ളിയാലും ഞങ്ങൾ അകത്ത് കയറും. ചെറുപ്പക്കാരിയും കത്തുന്ന വാതിലിന്റെ പാളികളകത്ത് ഓടിച്ചെന്നു. തള്ളി അകത്തെ കയറി. ഒറ്റ ഓട്ട്. അവരുടെ ലക്ഷ്യം കുഞ്ഞായിരുന്നു. ആ പിഞ്ചു കുഞ്ഞിനെ വാരിയെടുത്തു. 2 വയസ്സുള്ള കറുത്ത കൊച്ചിനെ വാരി എടുത്തുകൊണ്ട് പുറത്തേക്ക് ചാടി. അല്പം പൊള്ളലേ ഉള്ളു. നാട്ടുകാരോട് പറഞ്ഞു, ബെൻസിയറിലോ ശങ്കേഴ്സിലോ കൊണ്ടുപോയാൽ മതി. പുറകോട്ട് തിരിഞ്ഞ് കരമുയർത്തിയിട്ട് പറഞ്ഞു, വീട് കത്തട്ടെ, കാർ കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, ഞങ്ങളുടെ പാസ്ബുക്ക് കത്തട്ടെ, ഞങ്ങൾക്ക് വിഷയമില്ല. എന്നാൽ ഞങ്ങളുടെ ചങ്കിലെ ചോരയാൽ ഹല്ലേലൂയ ഒരു വായ കുഞ്ഞിനെ ഞങ്ങളുടെ കരങ്ങളിൽ കിട്ടിയെങ്കിൽ അതിലും വലിയ സന്തോഷമുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ സെമിനാറിൽ ഇരിക്കുന്ന ദൈവമക്കളെ വേണം. 3-ാം ലോക മഹായുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് അവന്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ മേഘങ്ങളെ തേരാക്കി അവൻ മധ്യാകാശത്തിൽ വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്നത്തെ സെമിനാർ ഇതോ, അവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കാണും അവനെ കാണും. അവനെ കൂത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങൾ അവനെ ചൊല്ലി വിലപിക്കും. അങ്ങനെയെങ്കിൽ ഇനി ഇസ്രായേൽ കരയുമോ? ഒരു ഭാഗമേ നമ്മൾ ചിന്തിച്ചോളൂ. 4 വാക്യം കഴിയുമ്പോൾ സംക്ഷിപ്ത രൂപത്തിലേക്ക് സോദോമിൻ്റെയും ഗോമോറയുടെയും ഒരു ഉന്മൂലനാശം വരുത്തിയതുപോലെ നിങ്ങളുടെ ഇടയിൽ ഞാൻ ഒരു ഉന്മൂലനാശം വരുത്തി. കത്തുന്ന തീയിൽ നിന്നൊരു കൊള്ളി വലിച്ചെടുക്കപ്പെട്ടതുപോലെ നിങ്ങൾ വലിച്ചെടുക്കപ്പെട്ടു. ഇസ്രായേലേ, എങ്കിലും നിങ്ങൾ എൻ്റെ വാക്കനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ നിലവിളിക്കാൻ പോകുന്ന ലോകരാജ്യങ്ങളെ വിറപ്പിക്കുന്ന യഹൂദൻ മുട്ടുമടക്ക്. അതിനാസ്പദമായി ഇസ്രായേലിൽ ഒരു സംഭവം ഉണ്ടാകും. ഇസ്രായേലുമായി കൈകോർക്കുന്ന രാജ്യങ്ങൾ അവനെ കൈവിടപ്പെട്ടു പോകും. ഇരമ്യാ പ്രവചനം 22, 21, 22 ബൈബിളുള്ളവരല്ല. 5 countries now handed with Israel. 5 രാജ്യങ്ങൾ ഇസ്രായേലിന് കൈ കൊടുക്കുന്നു. അവർ വിട്ടുപോകും. ഇരമ്യാ പ്രവചനം 22, 21, 22 വാക്യങ്ങൾ. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. നീയോ ഞാൻ കേൾക്കില്ല എന്ന് പറഞ്ഞു. അത് വായിച്ചാട്ടെ. എന്റെ അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. നിക്കട്ടെ. വാക്കനുസരിക്കാതിരിക്കുന്ന എല്ലാവർക്കും അറിയാലോ.
പണ്ടൊരുത്തനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി. കഴുതയെ അന്വേഷിച്ച് പോയ ശൗലിനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി. ദൈവം അവൻ്റെ കഴുതയെ മടക്കി കൊടുത്തപ്പോൾ കൊട്ടാരവും കിട്ടി, വീടും കിട്ടി. പിന്നെ അവന് പാട്ടും പ്രാർത്ഥനയൊന്നുമില്ല. അവന് നല്ലൊരു പൈതലും ഉണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു യോനാഥാൻ. യോനാഥാൻ്റെ പ്രത്യേകത എന്തോ? അപ്പൻ്റെ പാരമ്പര്യത്തിലേ നിൽക്കുമായിരുന്നു. ശൗലിൻ്റെ പ്രത്യേകത എന്തോ? ഇടയ്ക്കിടയ്ക്ക് ഇന്ന് ഏതോ ഒരു പ്രവാചകൻ പറഞ്ഞ പോലെ ചാണയ്ക്ക് പിന്നെ ഇട്ട് കുന്തം ദാവീദിന് നേരെ എറിഞ്ഞുകൊണ്ടിരിക്കുക. സ്വോത്രം. ഇതായിരുന്നു ശൗലിൻ്റെ പരിപാടി. നമ്മുടെ ഉപദേശിമാരുടെ ഒരു പരിപാടിയായിരുന്നു ശൗല്. സ്വോത്രം. ഒന്നും ചെയ്തില്ലെങ്കിലും പോസ്റ്റെങ്കിലും ഇട്ടുകൊണ്ടിരിക്കും. സ്വോത്രം. അത് വാച്ചയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വോത്രം. ഞങ്ങളെപ്പോലുള്ളവരെ പിന്നെ പോസ്റ്റ് ഇടാൻ വരത്തില്ല. പോസ്റ്റ് ഇടുന്നവരെ നല്ലോണം പോസ്റ്റേ കയറ്റാൻ നമുക്കറിയാം. സ്വോത്രം. അതുകൊണ്ട് പോസ്റ്റ് ഇടാൻ വരത്തില്ല. സ്വോത്രം. അതുകൊണ്ട് കാര്യം എന്താണെന്നറിയാമോ? അപ്പോഴേ ദാവീദ് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്ന് നമ്മുടെ പള്ളിക്കിട്ടെറി എനിക്ക് പോസ്റ്റ് ഇടിയില്ല. കർത്താവ് പറഞ്ഞു, വെയിറ്റ് ആൻഡ് സീ, നീ കാത്തിരുന്ന് കാണാമെന്ന്. സ്വോത്രം. കണ്ടോ? അവൻ അഭിഷിക്തനായിരുന്നു. അവൻ്റെ ചുറ്റൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ശൗൽ എറിഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം അപ്പനും മോനൂടെ പോയി. പെന്തിക്കോസുകാരൊന്നും പ്രസംഗിക്കത്തില്ല. ഗിൽബോറ പർവ്വതം നിര. അവിടെ ചെന്ന് എന്താ ഇത്? ശത്രുവിൻ്റെ കുന്തം വന്നാരാ? പാരമ്പര്യത്തിൽ നിന്ന് ചെറുപ്പക്കാരനായ യോനാഥാൻ്റെ നേരെ കയറി. സ്വോത്രം. അപ്പം ഇച്ചിരി തൻ്റെ ഇടം ഉള്ളവരായിരുന്നു. ശത്രുവിൻ്റെ കുന്തം വേണ്ട, ആ ദാവീദിനെ പോസ്റ്റിട്ടോ കുന്തം വെച്ച് അവനും തീർന്നു. സ്വോത്രം. ബൈബിളിലൊരു വാക്കുണ്ട്, പ്രസംഗിച്ചാൽ നമ്മൾ കറിയും, വീരന്മാർ പട്ടുപോയത് എങ്ങനെ. സ്വോത്രം. ആ കിടക്കുന്നു. കഴുതയെ അന്വേഷിച്ച് പോയി ഇസ്രായേലിൻ്റെ രാജാവായി വീടും കാറും കൊട്ടാരം കൊടുത്ത് ദൈവത്തിൻ്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ട് പോയപ്പോൾ എന്താ സംഭവിച്ചത്? ഗിൽബോറ പർവ്വതത്തെ തീർത്ത് കളഞ്ഞു. സ്വോത്രം. ഇന്ന് നമ്മളെല്ലാം പറയും ദൈവം അനുഗ്രഹത്തിൻ്റെ ദൈവമാണ്. മറുതലിച്ചാൽ അവൻ്റെ കൈ ന്യായവിധിയുടെ വാളുകൊണ്ട്. സ്വോത്രം. ആരും അത് പറയാറില്ല. വന്ന വഴി മറക്കരുത് മക്കളെ. സ്വോത്രം. താഴ്മയോടെ ജീവിക്കാൻ. ബാക്കി ഞാൻ പറഞ്ഞുതരാം. അത് പറയുമ്പോഴേ ക്ലിയറാവും. എന്നാൽ വേറെ 2 കൊച്ചു പിള്ളേരുണ്ടായിരുന്നു. അവരുടെ പേര് കോരകിൻ്റെ മക്കൾ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അപ്പൻ ദാദാൻ, അബീരാം, കോരക്. അവന്മാരായിരുന്നു യഥാർത്ഥ പെന്തിക്കോസുകാർ. പള്ളി എങ്ങനെങ്കിലും പൂട്ടിക്കാൻ നിന്നതാണ്. സ്വോത്രം. സന്തോഷമില്ലല്ലോ. ഗൾഫ് രാജ്യത്ത് അവിടെ എല്ലാം കരഞ്ഞ് കണ്ണീരോട് ഒരാലയം എങ്ങനെങ്കിലും കിട്ടി. 40 എണ്ണത്തിനെ കിട്ടുമ്പോൾ ഇതിനകത്ത് 2 ഗ്രൂപ്പ് പള്ളി എങ്ങനെങ്കിലും പൂട്ടിക്കണം. പാച്ചയ്ക്ക് ക്രിസ്ത്യൻ ലൈവ് പോവാ. ഈ പള്ളി നീ നിൻ്റെ അപ്പനും പണിഞ്ഞതല്ല. ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പത്രോസേ, നീ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ നീ അഴിക്കുന്നത്. ഇപ്പോൾ പള്ളി പണിഞ്ഞ സ്വർഗത്തിലെ ദൈവ. ഓൺലൈൻ ക്രിസ്ത്യൻ ലൈവിൽ കാണുന്ന മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, പള്ളിയിലെ കമ്മിറ്റിക്കാരെ, സെക്രട്ടറിക്കാരെ, സ്വോത്രം. പാസ്റ്ററിനെതിരെ പോസ്റ്റ് ഇട്ടു, പ്രസിഡന്റിനെ അടിച്ചു. സ്വോത്രം. പള്ളി വരുന്നവന് 2 വഴക്ക് പറഞ്ഞു. ചർച്ച് പൂട്ടാൻ നിൽക്കല്ലേ, നിന്റെ തലമുറകളെ ദൈവം ന്യായം വിധിക്കും. സ്വോത്രം. വചനം മനസ്സിലാകുന്നവർക്ക്. സ്വോത്രം. ദാദാനും അബീരാമും കോരകും ചർച്ചിനെതിരെ പദ്ധതി വെച്ചപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു, അപ്പശാ ദൈവസഭയാ. അവർ പറഞ്ഞു മിണ്ടി പോകരുത്. സ്വോത്രം. കോരകിൻ്റെ കുഞ്ഞുങ്ങൾ ഇടയ്ക്ക് സൺഡേ സ്കൂൾ കേട്ടതാ. കൊല്ലം ന്യൂ ഇന്ത്യ വന്നിട്ടില്ല. അവരാ വീട്ടിൽ നിന്നോട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ന്യൂ ഇന്ത്യ ചെന്നാലോ AG ടൗണിൽ ചെന്നാലോ ചർച്ചക്കോടി സംഘേഴ്സിൻ്റെ ബാക്കി ചെന്നാലോ ഞങ്ങളെ കേറ്റിയിലും വേണ്ടിയാൽ അവിടെ ആരാധന നടക്കുമ്പോൾ വാതൊക്കെ നിന്ന് ചങ്കൂറ്റത്തോടെ ഹല്ലേലൂയ പറയുക. ഞങ്ങളെ ബലപ്പെടുത്തണം. അവരപ്പൻ്റെ പാത വിട്ടു. സത്യവചനം കേട്ട കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരും. സഭയോട് മറുതലിച്ച ദാദാനെ, അബീരാമിനെ, കോരകിനെ ഭൂമി പിളർന്ന് നെടുകെ വിഴുകി കളഞ്ഞു. ഇന്ന് 2 കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തുക. യോനാഥാൻ പാരമ്പര്യത്തിനകത്ത് അപ്പൻ്റെ കൂടെ നിന്ന് കൈക്കകത്ത് വാളുമായി പോയവർ എവിടെ? ഗിൽബോറായിൽ പട്ടുപോയപ്പോൾ അപ്പൻ്റെ പാരമ്പര്യം വിട്ട് ജീവന്റെ വചനം എടുത്തുകൊണ്ട് പള്ളിയുടെ മുൻപിൽ നിന്ന് ഒരു ഹല്ലേലൂയ പറയുക. ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കോരകിൻ്റെ മക്കളെ കൊണ്ട് സങ്കീർത്തനം എഴുതിപ്പിച്ചവനാ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവ്. ഇന്ന് പകൽ മിഡിൽ ഈസ്റ്റിനകത്ത് പള്ളിക്ക് വേണ്ടി, കമ്മിറ്റിക്ക് വേണ്ടി, ഭദ്രാസനത്തിന് വേണ്ടി, സിംഹാസനത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, ഇലക്ഷന് വേണ്ടി, തെരഞ്ഞെടുപ്പിന് വേണ്ടി നീ നിന്ന അക്കരെ നാട് നീ കാണത്തില്ല. ഇന്ന് പകലിൽ വഴിയിൽ വെച്ച് പട്ടുപോകാതിരിപ്പാ. മടങ്ങി വന്ന് പുത്രനായ ക്രിസ്തുവിനെ ചുംബിപ്പി. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് സത്യവചനത്തിന്റെ ഏടുകൾ ഇന്ന് പകൽ ചങ്കിലകത്തോട്ട് കയറട്ടെ. 3.5 വർഷം അപ്പം തിന്ന് ഹല്ലേലൂയ അത്ഭുതം കണ്ട് കിടക്കപ്പായ്ക്കകത്ത് കിടന്നുറങ്ങിയ യൂദായുടെ അകത്ത് ലോകത്തിന്റെ ആത്മാവ് കയറിയപ്പോൾ പാസ്റ്ററെ, പ്രസിഡന്റ്, പ്രസ്ബിറ്ററെ, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന സുവിശേഷ വേലക്കാര്, നിന്റെ അകത്ത് ദൈവത്തിന് വിരുദ്ധമായ നഗളം വന്നാൽ നിന്റെ ന്യായവിധി യൂദായുടെ പോലെയായിരിക്കും. അതുകൊണ്ട് ഇന്ന് പകലിൽ ഈ സന്ദേശം കേട്ട് മടങ്ങിവ. ഒരു പക്ഷേ കാൽവരിയുടെ കൊലക്കളത്തിൽ ഇന്ന് വരെ രക്ഷ കാണാത്ത ഒരു കള്ളൻ ദാതന്റെ മുഖത്ത്
അകത്ത് നോക്കിയപ്പോൾ അവൻ്റെ അന്തരാത്മാവിൽ ഒരു വെളിപ്പാടുണ്ടായി. യവൻ ഇവിടെ മരിച്ചാലും രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. വെളിപ്പാട് ലഭിച്ച കള്ളൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പകൽ സെമിനാർ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ ഇല്ലേലും വേണ്ടിയല്ല, കർത്താവ് രാജ്യത്വം പ്രാപിച്ച് നീ മടങ്ങി വരുമ്പോൾ ഈ പാപിയായ എന്നെയും കൂടെ ഓർക്കണമേ. ആ കള്ളനോട് സ്വർഗം പറഞ്ഞ എന്താണെന്നറിയോ? നമ്മൾ പറയാന്നേ ഇപ്പം പറയും കൗൺസിലിനോട് ചോദിക്കണമെന്ന് പറയും, സ്വതന്ത്രം കമ്മിറ്റി കൂടണമെന്ന് പറയും, സെൻട്രൽ അപ്പച്ച ഒപ്പിടണമെന്ന് പറയും. എൻ്റെ നാഥൻ അതൊന്നും പറഞ്ഞില്ല. കരമുയർത്തിയവന് വാറോട് ചേർത്തണച്ച് നിത്യതയ്ക്കകത്ത് കൊണ്ടുപോയ ഒരു നല്ല കർത്താവിന് ഇന്ന് പകൽ ഈ സെമിനാറിനകത്ത് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവൻ്റെ പേരെത്ര ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. ഇന്ന് പകൽ ഓൺലൈൻ മീഡിയ എവിടെങ്കിലും നിങ്ങൾ എവിടെങ്കിലും ഇരുന്ന് കണ്ടാൽ ഈ പകലിൽ പുണ്യസ്ഥലങ്ങൾ, സ്വോത്രകാഴ്ചകൾ, ഉരുളലുകൾ ഒന്നും വേണ്ട, നെഞ്ചത്ത് കൈവച്ച് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരുടെ കൊലക്കളത്ത് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറഞ്ഞു വചനത്തിൽ ഉറയ്ക്കാമെങ്കിൽ കാൽവറിയിലെ കള്ളനെ ചേർത്ത ക്രൂശിന്റെ സ്നേഹം ഈ സെമിനാറിനകത്ത് നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്നതാ. ക്രൂശിന്റെ വചനം നാശിച്ചു പോകുന്നവർക്ക് ബോധത്വം, എന്നാൽ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവശക്തി. എൻ്റെ വാക്കനുസരിക്കാതിരിക്കുന്ന പണ്ടേയുള്ള നിന്റെ കാലം. സ്തോത്രം. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അടുത്ത വാക്ക് വായിച്ചാട്ടുമ്പോൾ നിന്നെ മേയ്ക്കുന്നവരെ മേയ്ക്കുന്നവരെയൊക്കെയും കൊടുങ്കാറ്റ് മേയ്ക്കും. അറ്റ് പ്രസന്റ് എല്ലാവരും കേട്ടുണ്ടോ? ഇതാ നമ്മുടെ ഫൈനൽ വേർഡ്സ്. വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും എന്താ എല്ലാവരും. ഇതാ നമ്മുടെ കാതലായ സെമിനാറിൻ്റെ ഭാഗം. നിങ്ങൾ മനസ്സിലാക്കണം. 5 രാഷ്ട്രങ്ങളാണ് ഇപ്പോൾ പ്രസന്റിൽ ആരെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നു. സ്വതന്ത്രം. ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങൾ 1 അമേരിക്ക ഉണ്ട്, 2 കാനഡയുണ്ട്, 3 ഓസ്ട്രേലിയ ഉണ്ട്, 4 ഫ്രാൻസ് ഉണ്ട്, 5 ബ്രിട്ടൻ ഉണ്ട്. ഈ 5 രാജ്യങ്ങളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ ഡാനിയൽ സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അറിയാം. മിക്ക രാജ്യങ്ങളിലും ഓൺ ക്രൈസിസാണ് ഇന്ന് സാമ്പത്തിക മണ്ഡലം. 1 അമേരിക്ക, 2 ഫ്രാൻസ്. ഇപ്പോൾ ഇസ്രയേലിനെ തള്ളിക്കൊണ്ടിരിക്കുക. പത്രം വായിക്കുന്നവർക്കറിയാം. ഇപ്പോൾ പറഞ്ഞ ഒരു എയർ ഷോ ഉണ്ടായിട്ട് ഇസ്രയേലിനെ പങ്കെടുപ്പിച്ചില്ല. അപ്പം ഇസ്രയേൽ പറഞ്ഞ് നിനക്കറിയാം ഞങ്ങൾ ആരാന്ന്. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടൻ ഒരു പരുവത്തെ ഇസ്രയേലുമായിട്ട് അടുപ്പായിട്ട് ബ്രിട്ടൻ്റെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ കൊല്ലത്തുകാർക്ക് അറിയാമല്ലോ. നമ്മുടെ വീട്ടിലെ പിള്ളേരെല്ലാം ബ്രിട്ടണിൽ പോയതാണ്. പിള്ളേർക്ക് ഇത് അയച്ചു കൊടുത്താട്ടെ 18-20 ലക്ഷം രൂപ. ഇവിടെ അമ്മച്ചി റേഷൻ കടയിൽ പോകാൻ പറഞ്ഞാൽ അവന്മാർ ഒരെണ്ണം പോകത്തില്ല എന്ന്. സ്വോത്രം. ചക്കച്ചോള തെളിക്കാൻ പറഞ്ഞാൽ എന്താ ചക്കച്ചോള എന്ന്. സ്വോത്രം. ഒരു ഗ്ലാസ് പോലും ഈ പിള്ളേർ വീട്ടിൽ കഴിവത്തില്ലായിരുന്നു. സ്വോത്രം. ഇപ്പോൾ ബ്രിട്ടണിൽ പോയി. അവിടെ നല്ല സ്ഥലമില്ലയോ? ഉച്ച കഴിഞ്ഞ് ചക്കച്ചോളയില്ല, ആമസോണിൻ്റെ കാർട്ടൂൺ എടുത്ത് തലേ വെച്ചുകൊണ്ട് കിടക്കുമോ. സ്വോത്രം. വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുക. വീഡിയോ വേണം, ഞാൻ അയച്ചു തരാം. കൊടുത്താൽ കൊല്ലത്തല്ല. സ്വോത്രം. വീട്ടിൽ ഗ്ലാസ് മഴക്കാത്ത പിള്ളേർ വൈകിട്ട് ബ്രിട്ടണിൽ കഫ്റ്റീരിയ ചെന്ന് ചായ മഴക്കിയിട്ട് ചായ ഗ്ലാസ് മഴയ്ക്കുന്നു കേട്ടോ. ഇവിടുത്തെ പിള്ളേരോട് പറയാ, കുഞ്ഞെ നീ വീട്ടിൽ ചക്കച്ചോളയും തൊളിക്കണ്ട, മമ്മി മുരിങ്ങയില കുടിക്കാൻ ചോദിച്ചപ്പോഴേക്കാ മുരിങ്ങയില എന്ന്. സ്വോത്രം. നീ അവിടെ ചെന്ന് ഫ്ലിപ്കാർട്ടിൻ്റെ ആമസോണിൻ്റെ കാർട്ടൂൺ. അവിടുത്തെ പിള്ളേർ മാഞ്ചസ്റ്ററിൽ നിന്നും കെൻറ്റിൽ നിന്നും ലിവർപൂളിൽ നിന്ന് ലേട്ടണിൽ നിന്ന് എത്ര വീഡിയോ എനിക്ക് അയച്ചെന്ന്. പക്ഷേ ഏതെങ്കിലും ചാനലിൽ കൊടുക്കിയത് കാണാനായിട്ടെന്ന്. രാവിലെ യൂണിവേഴ്സിറ്റി പോയി വൈകിട്ട് വല്ലതും നിന്നുണ്ട്. അതിന് ആമസോണിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ. അത് കഴിഞ്ഞിട്ട് പെൺപിള്ളേർ വൈകിട്ട് നമ്മുടെ കടപ്പാക്കട തട്ടുകട എന്നുള്ള ചായ ഗ്ലാസ് കഴുകി വെക്കുന്നു. സ്വോത്രം. റെഡി. അവിടെ കാശില്ല. പിന്നെ ആകെ ഇപ്പം ഈ പ്രസംഗം ക്രിസ്ത്യൻ ലൈവ് പോകുന്നുണ്ട്. പോകാൻ പറ്റിയൊരു സ്ഥലം ഓസ്ട്രേലിയ ഉള്ളു. വളരെ മര്യാദ. സ്കോട്ട് മോറിസൺ വഴി തുറന്ന് ഓസ്ട്രേലിയ. 4.5 ലക്ഷം നേഴ്സിന്, 3.5 ലക്ഷം എഞ്ചിനീയർക്ക്, 8 ലക്ഷം രൂപ ഇട്ട് സമയമുണ്ട് വണ്ടി കയറുക. എന്നിട്ട് ചായ കുടിക്കാൻ ഞങ്ങൾക്ക് വല്ലതും തരുമോ. സ്വോത്രം. ബാക്കി ഒറ്റ സ്ഥലത്ത് പോയിട്ട് രക്ഷയില്ല. അങ്ങനെയെങ്കിൽ അമേരിക്ക മാറിയാൽ, ഇന്നത്തെ ഇസ്രയേലിന് പിന്തുണ കൊടുക്കുന്നത് അമേരിക്ക. സാമ്പത്തിക മാന്ദ്യം വന്നാൽ അമേരിക്ക പതിയെ മാറാൻ തുടങ്ങും. ബ്രിട്ടന് മാറാൻ തുടങ്ങും. ഫ്രാൻസ് മാറാൻ തുടങ്ങും. അമേരിക്കയുടെ വിഷയം നിങ്ങളോടൊരു വാക്കുകൂടെ. അമേരിക്കയിൽ നല്ലൊരു സുവിശേഷകനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാ ബില്ലി ഗ്രഹാം. ബില്ലി ഗ്രഹാം ഒരിക്കൽ അമേരിക്കയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സോദോമിൻ്റെയും ഗോമറയുടെയും മേൽ ദൈവത്തിൻ്റെ ന്യായവിധി വന്നെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി അമേരിക്കയിൽ വരും. ഇസ്രയേലിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വവർഗരതിക്കാരുടെ സ്ഥലം ലെസ്ബിയൻ ഗായ്. അതിൻ്റെ ജെറുസലേമായിട്ടല്ല വിവ്. വെളിപ്പാട് പ്രസംഗിച്ചാൽ നിങ്ങൾ കരയും. അതാണ് ആ കാലത്ത് 2 പേരുടെ ഡെഡ് ബോഡിയൊക്കെ കിടക്കുന്ന ജെറുസലേമിലാണ് വരാൻ പോകുന്നത്. 9G ഇൻ്റർനെറ്റ്. എത്ര ദീർഘമേറിയ പ്രസംഗം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ന് ബില്ലി ഗ്രഹാം പറഞ്ഞത്, ഈ പാപം ദൈവം കണ്ടിട്ട് അമേരിക്കയുടെ ഇസ്രയേലിൻ്റെ മേലിൻ്റെ ന്യായവിധി വന്നില്ലെങ്കിൽ ദൈവം സോദോമിനകത്ത് പോയി കരഞ്ഞ് മാപ്പപേക്ഷിക്കും. അങ്ങനെ മാപ്പപേക്ഷിക്കുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. ഇന്നത്തെ അമേരിക്കയുടെ പ്രശ്നത്തിനകത്ത് ദൈവത്തിൻ്റെ കരമിറങ്ങി വരും. സ്വോത്രം.
അമേരിക്കക്കാരെയും അതിനാസ്പദമായി രണ്ട് സംഭവം കൂടെ കേൾക്കണം. അമേരിക്കയുടെ കറൻസിയാണ് ഡോളർ. ഇന്ന് എണ്ണ വില ഡോളറിനകത്ത്. എല്ലാവരും കേട്ടാട്ടെ. സൗദി അറേബ്യയോട് ചൈനയും റഷ്യയും പറയുന്നു എണ്ണ വില ക്രിപ്റ്റോ കറൻസിയിലോ അല്ലെങ്കിൽ ഓൺലൈനിലാക്കണം. സ്വർണ്ണ വില എണ്ണ വില ഡോളറിനകത്തുനിന്ന് പോയാൽ അമേരിക്കയുടെ കാര്യം കാട്ടാപ്പോക. പണ്ട് നമ്മുടെ 2000 നിരോധിച്ച നോട്ട് ചില അപ്പച്ചന്മാരുടെ പോക്കറ്റ് ഇപ്പോഴും ഇരിപ്പുണ്ട് വിശ്വസിക്കുന്നവർ. ചിലരുടെ നോട്ട് 500 ഇപ്പോഴും വീട്ടിൽ ചില അമ്മാമ്മമാരെ ഇരിപ്പുണ്ട് ബാങ്കിൽ മാറാത്ത. അതുപോലെ അമേരിക്കയുടെ കറൻസി ഫിയറ്റ് കറൻസി ആയാൽ ഒരു സംഭവം നടക്കും. ലോക സാമ്പത്തിക മാന്ദ്യം. നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കും. റീത്തയും കത്രീനയും വിൽമയൊന്നുമല്ല. സാമ്പത്തിക മാന്ദ്യം, ഗ്ലോബൽ എക്കോണമി ക്രൈസിസ് ആഫ്റ്റർ ദ കോവിഡ്. കോവിഡ് ചെറിയ സംഭവമല്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞു ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ചില പാൻഡമിക് കാന്തൻ്റെ വരവിന് മുമ്പ് നടക്കുക. അതായി കോവിഡ്. ഇതെല്ലാം ബൈബിൾ ക്ലിയർ. അങ്ങനെയെങ്കിൽ നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കും. അടുത്ത വാക്ക് മോൾ വായിച്ചട്ടെ. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. പ്രവാസം പറഞ്ഞു തരാം. ഇവിടെ കൊല്ലത്ത് ഇതാ നമ്മുടെ പ്രസംഗം. ക്ലിയർ ആയിക്കോണം. ഇതിനു വേണ്ടിയ ഈ സെമിനാർ. നിങ്ങളുടെ കൊല്ലത്ത് ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ലിജോ പാസ്റ്റർ തന്നെ പിടിക്കാം. അദ്ദേഹത്തിന് പരിചയമുണ്ട്. അവൻ സൗദിയിൽ ഒരു സ്തോത്രം ഒരു ഐസ്ക്രീം കടയൊക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇവിടെ 2 മാസത്തിൽ ഒരു വർഷത്തിൽ 2 മാസം വരും. കൊല്ലത്ത് കറങ്ങും. പാസ്റ്ററോട് സന്തോഷമായിട്ട് ചോദിക്കും. പാസ്റ്റർ വയ്ക്കും ബ്രദറെ എന്നാ പോകുന്നത്, കാര്യങ്ങളൊക്കെ പോകുന്നത്. ഒരു സുപ്രഭാതി അവൻ നിന്ന് ഇവിടെ തന്നെ കടപ്പാക്കടയിൽ തന്നെ ഒരു പച്ചക്കറി വിപുലമായി തുടങ്ങി. പ്രവാസി പച്ചക്കറി. ഉടനെ ഒരു ആട്ടോയും എടുത്ത് പ്രവാസി ആട്ടോ. 2 മാസമായിട്ട് ഈ ചെറുപ്പക്കാരൻ പോകുന്നില്ല. അപ്പോൾ 3-ാം മാസമായപ്പോൾ ലിജോ പാസ്റ്റർ ചോദിച്ചു ബ്രദറെ 2 മാസം കഴിഞ്ഞ് തിരിച്ച് സൗദിക്ക് പോകുന്നില്ലേ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞ കാര്യമുണ്ട്. പാസ്റ്റർ ബോർഡ് കണ്ടില്ലേ? പ്രവാസി ആട്ടോ. അത് കണ്ടില്ലേ? പ്രവാസി പച്ചക്കറി കട. എൻ്റെ ഐസ്ക്രീം കട. അറബി എടുത്തു. എൻ്റെ പാസ്പോർട്ടും വരച്ച് ഉള്ളതും തന്ന് വണ്ടി കയറ്റി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇന്നത്തെ അമേരിക്കയും മാറും, ബ്രിട്ടനും മാറും. ഇവരെല്ലാം അതിൻ്റെ തുടക്കം ഫ്രാൻസ് ഇപ്പോൾ ഇസ്രയേലിനെ തള്ളി പറഞ്ഞു തുടങ്ങി. ഒരന്ത്യ ദിനമെങ്കിൽ അന്നൊരു വലിയ വിഷയം വരാൻ പോകുന്നത് കണ്ടോ. ഇതാ പ്രശ്നം. 1967 ആര് പിടിച്ചു? ജെറുസലേം ഇസ്രയേൽ പിടിച്ചു. എല്ലാവരും ശ്രദ്ധിക്കണം. 2017 വായാടി ട്രംപ് വന്നു. ജെറുസലേമിനെ ഇസ്രയേലിൻ്റെ തലസ്ഥാനമാക്കി. ഇത് വരാൻ പോകുന്നത് ഒരു ദൈവാലയോദ്യത്വം. 2 ലോകം വിട്ടുനിന്നു. അതിൻ്റെ പിറ്റേ വർഷം ട്രംപിൻ്റെ മകളുടെ പേരാ ഇവാങ്കലിൻ. എല്ലാവരും കണ്ടാട്ടെ ലൈവ്. ഇവാങ്കലിനെ കെട്ടിയവനാ ജാറേദ് കുഷ്ണർ, യഹൂദൻ. അവൻ്റെ കൂട്ടുകാരനാ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാൻ എലോൺ മസ്ക്. ദാ കിടക്കുന്നവരെല്ലാം ഒരുമിക്കുക. ലോകം വിട്ടു നിന്നു. ജെറുസലേമിൽ US എംബസി തുറന്നു. അടുത്ത ഭാഗം കേട്ടോ. ഇസ്രയേൽ ഇനി ജൂതരാഷ്ട്രം. 48 മെയ് 14 UN-നകത്ത് അവർ ഡിക്ലെയർ ചെയ്ത് കൊടുത്തു ഇത് ഞങ്ങളുടെ സ്വന്തം ദേശം. ഇനി ഡിവിഡൻ്റായിട്ടൊന്നുമില്ല. പക്ഷേ ഒരു വലിയ സംഭവം ഇതിൻ്റെ പിന്നിലുണ്ട്. എല്ലാവരും മനസ്സിലാക്കണം. 2016 എല്ലാവരും കേൾക്കണം. ബരാക് ഒബാമ. ഇതാ അന്തിമ ദിനം. ബരാക് ഒബാമ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഇവനൊരു പക്ക ഫ്രാഡ് തന്നെ. ബരാക് ഒബാമ അവനൊരു പേപ്പർ എഴുതി വെച്ചു UN-നകത്ത് ജെറുസലേം പഴയ സ്ഥിതിയിൽ അറബികൾക്ക് വിട്ടുകൊടുക്കണം. ഇതാ സംഭവിക്കാൻ പോകുന്നത്. ഇനിയുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ജെറുസലേം പഴയ നിലയിൽ അറബികൾക്ക് വിട്ടുകൊടുക്കണം. യവൻ്റെ പ്രോക്സിയ ഇന്നത്തെ അമേരിക്കയുടെ ജോ ബൈഡൻ. ഇവൻ്റെ പ്രോക്സിയ കമലാ ഹാരിസ്. അവരെയും കൊണ്ടുവരുന്ന യവനാ. ഇതെല്ലാം മനസ്സിലാക്കണം. ലോകരാഷ്ട്രീയവും ബൈബിളും. അങ്ങനെയെങ്കിൽ ജെറുസലേം ഒരു കാലത്തും ഇസ്രയേൽ ആർക്ക് വിട്ടുകൊടുക്കത്തില്ല? അറബ് ലീഗിന് വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് എല്ലാവരും വാക്ക് കേട്ടോണം. ഇന്ന് UN രക്ഷാസമിതിയിൽ 5 വീറ്റോ പവറുള്ള രാജ്യങ്ങൾ. 1 അമേരിക്ക, 2 ഫ്രാൻസ്, 3 ബ്രിട്ടൻ. ഇവർ 3 പേരും ഇസ്രായേലിനെ സപ്പോർട്ടാണ്. കൂടെ ഇന്ത്യയും ഇവരെല്ലാം നിൽക്കുക. 2 രാജ്യങ്ങൾ മാത്രം ഇന്ന് ഫലസ്തീൻ വിമോചന സേനയ്ക്ക്. ആരാ? റഷ്യയും ചൈനയും. അങ്ങനെയെങ്കിൽ സാമ്പത്തികമായിട്ട് അമേരിക്കയോ ബ്രിട്ടനോ തകർന്നാൽ രക്ഷാസമിതിയിൽ 2ഓ 3ഓ OICക്ക് ഇസ്ലാമിന് പിന്തുണയുള്ള രാജ്യങ്ങൾ കടന്നു വന്നാൽ അന്ന് അവർ UN-നകത്ത് ഈ ബരാക് ഒബാമ കൊടുത്ത പേപ്പർ കൊണ്ടുവരും. അതാ ഞങ്ങളുടെ ബൈബിളിനകത്ത് സെക്കരിയ പ്രവചനം 12:2-3 വായിക്കേണ്ട. വീട്ടിൽ ചെന്ന് വായിക്കണം. അന്നാളിൽ ജെറുസലേമിന് ഞാൻ ചുറ്റുമുള്ള സകല ജാതികൾക്ക് പരിഭ്രമ പാത്രമുള്ളൊരു കല്ലാക്കി ഞാൻ വെക്കും. സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. ഇത് ചെല്ലാൻ പോകുന്നത് അന്തിമ ദിനത്തിൽ യെരൂശലേമിലേക്ക്. എന്നാൽ ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ന് പകൽ ന്യൂ ഇന്ത്യ ചർച്ചക്കൂടിൽ സെമിനാറിലിരിക്കുന്ന ദൈവമക്കൾ പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാൻ
പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വാഗാ അതിർത്തിയിൽ വെച്ച് ന്യൂഡൽഹിയിൽ നിന്ന് ഒരു ബസ്സിനകത്ത് 40 പേരെ അങ്ങോട്ട് കൊണ്ടുപോകും. പാകിസ്ഥാൻ അറ്റാഷേമാർ ഇസ്ലാമാബാദിൽ നിന്ന് 40 പേരെ ഇങ്ങോട്ട് കൊണ്ടുവരും. 2 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. ഗേറ്റ് അടയ്ക്കും. 8 മണിക്കൂർ വെടിവെപ്പെങ്കിൽ ജെറുസലേമിന്റെ വിഷയത്തിൽ 57 ഇസ്ലാമിക രാഷ്ട്രങ്ങളും അറബ് ലീഗ്, റഷ്യയും ചൈനയും ചേർന്ന് ജെറുസലേം പിടിച്ചടക്കുന്ന ഒരു നാൾ വരാറായി. അത് ആരംഭിക്കുന്നതിന് മുമ്പ് വാഗാ അതിർത്തിയിൽ നടന്നതുപോലെ ഒരു ഒഴിച്ചുമാറ്റൽ നടക്കുക. അതിന്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മടങ്ങി വരിക. കൊല്ലം ക്രിസ്ത്യൻ ലൈവ് ന്യൂ ഇന്ത്യ ചർച്ച് ഗോഡ് ഇന്ന് പകൽക്കാലം സമീപം ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക്. അടുത്ത വാക്ക് 2 വാക്കുകൂടെ വായിക്കുമ്പോൾ അവസാനിപ്പിക്കും. വായിച്ചാട്ടെ അടുത്ത വാക്ക്. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് മടങ്ങിപ്പോകും. അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും നിമിത്തം ലജ്ജിച്ച് അമ്പരന്ന് പോകും. ദാ കിടക്കുന്നു. ഇന്നത്തെ ഇസ്രായേൽ ലോകരാജ്യങ്ങളെ വെല്ലുവിളിക്കുന്നവൻ സപ്പോർട്ടില്ലാതെ വരുമ്പോൾ ലജ്ജിച്ച് അമ്പരന്ന് തല താഴ്ത്തും. അപ്പോൾ റഷ്യയുടെ നേതൃത്വത്തിൽ 57 ഇസ്ലാമിക രാഷ്ട്രങ്ങളും ചൈനയുമായി കൊറിയയുമായി ജെറുസലേം വിഷയത്തിൽ ഇടപെടും. ഇത് എവിടെ തുടങ്ങിയതാണെന്നോ ഈ അടി? അബ്രഹാമിൻ്റെ വീട്ടിൽ തുടങ്ങിയതാ. ആരൊക്കെയാ? ഇസഹാക്ക് ഇസ്മായിലും. 2 ഒരമ്മയുടെ ഉദരത്തിൽ ഏശാവും യാക്കോബും. 3-ാമത്തെ സെമി ഫൈനൽ ഏലാ താഴ്വര. സ്തോത്രം. ഗോലിയാത്തും ദാവീദും. ഇനി ബാക്കി പറയാൻ ക്ഷമയില്ല. അടുത്ത ഫൈനൽ യഹോശാഫാത്ത് താഴ്വര. വായിക്കാം. എസെക്കിയേൽ 38:15-16 വായിച്ചാട്ടെ. നീയും നിന്നോടുകൂടെ പല ജാതികളും ഇറാന്റെ നേതൃത്വത്തിൽ നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും സൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തു നിന്ന് തന്നെ വരും. സൈബീരിയ, റഷ്യ എല്ലാം കൂടെ വടക്കേ അറ്റത്ത് നിന്ന് വരും. ഗോഗേ വായിച്ചാട്ടെ. ദേശത്തെ മറയ്ക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. ആ കരം ഉയർത്തിയാട്ടെ. അപ്പൊ അന്തിമ യുദ്ധം എവിടത്തേക്കാ? എൻ്റെ ജനമായ ഇസ്രായേലിന് നേരെ വരും. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ്. ബേബി സിസ്റ്റർ 1 മിനിറ്റ് കേട്ടോ. ഈ മേഘം എന്തുവാ? നിങ്ങൾ പലരും വിമാനത്തിൽ യാത്ര ചെയ്ത എയർ ഇന്ത്യ വെള്ളയും വിസ്താര ചന്ദനവും ഇൻഡിഗോ നീലയും ഗൾഫ് എയർ മഞ്ഞയാണ്. എന്താ വിമാനം? വ്യോമസേന, നാവികസേന അവരുടെ ഹെലികോപ്റ്ററും വിമാനവും എല്ലാം ചാരക്കളർ. വിമാനം എന്നാ കണ്ടുപിടിച്ചത്? പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അമ്മമാരൻ നോട്ട് ചെയ്തു. 1903 അമേരിക്കയിലെ റൈറ്റ് സഹോദരന്മാരാ വിമാനം ഇർബിയിലും ഓർബിയിലും. എന്നാൽ അറ്റ്ലസുകാരനൊരു സൈക്കിളില്ല, ഹെർക്കുലിസ് ഒരു ടയറില്ല. ഞങ്ങളുടെ ബൈബിളിനകത്ത് 2600 കൊല്ലം മുമ്പ് സ്വർഗം എഴുതി റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് യുദ്ധവിമാനം. കരമുയർത്തുന്നവർക്കായി നീ മേഘം പോലെ എൻ്റെ ജനമായി ഇസ്രായേലിന് നേരെ കയറി വരും. അടുത്തത് ഗോഗേ വായിച്ചാട്ടെ. ജാതികൾ കാണുക. അടുത്ത വാക്ക് 16-ാമത്തെ വാക്യം. ഗോഗേ റഷ്യയെ അന്ത്യകാലത്ത് ജാതികൾ കാണുക. ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന്. ഇന്നത്തെ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാകണം മക്കളെ. അത് പറയുമ്പോൾ പ്രഭാഷണം അവസാനിപ്പിക്കാം. അവരെന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ വരുത്തും. എൻ്റെ ദേശത്തിൻ്റെ നേരെ നിന്നെ വരുത്തും. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങളെ കൂട്ടുപിടിച്ച് ഇന്നത്തെ സഖ്യം എല്ലാം മാറും. മോഡി സാറും ഒക്കെ പടപട ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് മാറും. ഇന്ന് ലോകത്തിൻ്റെ മധ്യപകുതി 2 വാക്യം കൂടെ സക്കരിയ പ്രവചനം 12:9-10 ഞാൻ പറയുമ്പോൾ വായിക്കാം. എന്താ? 22,160 കിലോമീറ്റർ. കുറേ 602 വിമാനം ഇസ്രായേലിനുള്ളത്. 150 കപ്പലും മറ്റും ഉള്ളു. ഇപ്പം 4 ലക്ഷം പടയാളികളുണ്ട്. റഷ്യക്ക് മാത്രം 2000 ഫൈറ്ററാണ്. ചൈന വേറെ, അറബ് രാഷ്ട്രങ്ങൾ വേറെ. ഇവരെല്ലാം കൂടെ വന്നാൽ എങ്ങനെ ഇരിക്കും? സ്തോത്രം. മനസ്സിലാക്കാം. നമ്മുടെ ഈ ചിന്നക്കടയിൽ കൂടെ ബൈപ്പാസിൽ കൂടെ പോകുന്ന 40 വീല് ട്രെയിലറിൻ്റെ കീഴിൽ ഓട്ടോ കയറിയാൽ എങ്ങനെ ഇരിക്കുമെന്ന്. സ്തോത്രം. നിൻ്റെ ദുഷ്ടത നിമിത്തം നീ നിലവിളിക്കുമെന്ന്. തിരുവനന്തപുരത്ത് നിന്ന് 6 മണിക്കൂർ 15 മിനിറ്റ് ടെല്ലവീവ്. 6 മണിക്കൂർ 15 മിനിറ്റ്. അമേരിക്കയിൽ നിന്ന് 8 മണിക്കൂർ എടുക്കും ടെല്ലവീവിലേക്ക് ഇറങ്ങാൻ. ഇത്രയും സമയമൊന്നും റഷ്യയും ചൊട്ടുപാട് ഏശാവിൻ്റെ മക്കളാണ്. ജോർദാൻ, ലെബനോൻ, സിറിയ, ഈജിപ്റ്റ്, അൾജീരിയ, ടുണീഷ്യ, എത്യോപ്യ ഇവന്മാരെല്ലാം കൂടെ അവനെ വളയും. സ്വത്രം. രക്ഷയില്ല. അന്നീ നിലവിളിക്കുന്ന ഇപ്പം ലോകത്തോട് മറുതലിക്കുന്ന ആരാ? ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കൊച്ചുമക്കൾ ഒരു കാലത്ത് നിലവിളിക്കും. അത് ആമോസ് പറഞ്ഞത്. ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റഷ്യയുടെ നേതൃത്വത്തിൽ വരും. ഈ അന്തിമ യുദ്ധം എവിടെ? യെരുശലേം.
ഇനി അടുത്തത് വായിക്കാം. യഹൂദൻ ഒരു രക്ഷയുണ്ടോ? ഒരു വാക്ക് വായിച്ചാട്ടെ. സക്കറിയ പ്രവചനം 12:9-10. അന്നാള് യെരൂശലേമിനോട് വായിച്ചാട്ടെ. എല്ലാവരും നോട്ട് ചെയ്ത് പ്രവചനം. ഇതൊന്നും തീരത്തില്ല. ഒരു 60 പകലിൽ നിന്നാലും നമ്മൾ പ്രസംഗം ചേർത്തില്ല. ഒരു അന്നാളിൽ ഞാൻ യെരൂശലേമിനോട് യെരൂശലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിക്കുവാൻ നോക്കും. അപ്പൊ ഒരു രാജ്യമല്ല വരുന്നത്. അറബ് ലീഗ്, റഷ്യ. എത്ര ക്ലിയറാ ബൈബിൾ പ്രവചനം. കണ്ടിന്യൂറ്റി. സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും. അതാ ഞാൻ നേരത്തെ സക്കറിയാവ് 12:2-3 പറഞ്ഞു. അടുത്ത വാക്ക് ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും, ഇന്ന് ദാവീദിന്റെ കൊച്ചുമക്കളുടെ മേലും. അടുത്തത് യെരൂശലേം നിവാസികളുടെ മേലും, യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. ഇന്ന് അവൻ മുട്ടുമടക്കാത്തവൻ കുത്തിയവങ്കിലേക്ക് നോക്കാൻ പോവും. അതാ ഞങ്ങളുടെ പ്രസംഗം. അടുത്ത വാക്ക് തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ വായിച്ചാട്ട് മക്കളെ. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് ഇന്ന് വരെ പഴയ നിയമത്തിന്റെ തോറയുടെയും തനാക്കിന്റെ ചുരുളുകൾ വെച്ചുകൊണ്ട് യേശു മശിഹയെന്നറിയാതെ അവനെ ആരാധിക്കാത്ത യഹൂദൻ. അതാ യേശു പറഞ്ഞാൽ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇത്രയും പേർ വരുമ്പോൾ അവന് കാര്യം പിടികിട്ടും. ഇനി രക്ഷയില്ല. അവസാനം അവർ കുത്തിയവങ്കിലേക്ക് നോക്കാം. എവിടെ? കാൽവരിയുടെ കൊലക്കളത്തിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഏലി ഏലി ലമ്മാ ശബത്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതുണ്ട്. പാഷാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എന്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവെണ്ണയും എന്റെ മുഖരോമങ്ങളെല്ലാം പിച്ചു ചീന്തി എന്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. എനിക്ക് കയ്പ് കാടി തന്നു, പിതാവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു. സകലത് നിവർത്തിയായിട്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നിൽക്കണമേ. സൈന്യാധിപന്റെ കയ്യിലിരുന്ന് കുന്തമെടുത്തുകൊണ്ട് ഒരു പടയാളി എന്റെ യേശുവിന്റെ ചങ്കിനകത്ത് കുത്തി 5 ലിറ്റർ രക്തവും വെള്ളവും ഒഴിക്കെങ്കിൽ ആ കുത്തിയവങ്കലേക്ക് അവർ നോക്കുന്ന കാലം വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ. അടുത്ത ഭാഗം പറയുമ്പോൾ അവസാനിക്കും. അന്നവന്റെ കാൽ ഉലുമലയിൽ ചവിട്ട്. അന്ന് സക്കറിയ 13:1 നിങ്ങൾ വായിക്കേണ്ട നിങ്ങളുടെ ബൈബിൾ കൂടെ എഴുതും മക്കളെ. അന്നാളിൽ യഹൂദന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു അവൻ സ്വന്തം ജനത്തെ കൈവിടുമോ? ഇല്ല. ഞാൻ യഹൂദന പൗലോസ് പറയുന്നവൻ സ്വന്തം മക്കളെ കൈവിടുമോ? പറയാം. ദൈവകരം അവർക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. സഹോദരിമാരും ചേട്ടന്മാരും എല്ലാം കേൾക്കണം. പഴയ നിയമത്തിന്റെ ഒരു വിമോചകനാ മോശയുടെ പ്രത്യേകത എന്താ? അവൻ ഹല്ലേലൂയ എബ്രായ കുടിലിനകത്ത് 3 മാസം പ്രായമുള്ള ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിക്കകത്ത് കൊണ്ടുവന്ന് കൊല്ലുവാൻ കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ അമ്മയും പെങ്ങളും വീട്ടിനകത്ത് ആരും അറിയാതെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നോ. പുറത്തവനെ ഇറക്കത്തില്ല. ചില ദിവസങ്ങൾ കഴിഞ്ഞ് കുഞ്ഞിന്റെ കരച്ചിൽ പുറത്ത് വരുമെന്നറിയാം. വളരെ വേദനയോട് അമ്മയും പെങ്ങളും ഞങ്ങണപ്പെട്ടിക്കകത്ത് കുഞ്ഞിനെ കടത്തി പശയും കീഴിലും തേച്ചു നല്ല മുലപ്പാൽ കൊടുത്ത് ഉറക്കി അവനെ വിട്ടു. എവിടെങ്കിലും പോയി ചെല്ലട്ടെ. മോശയുടെ പെട്ടകൻ നൈൽ നദിക്കകത്ത് ചലിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ നമ്മുടെ സെമിനാറിന്റെ അവസാന ഭാഗം എന്താ? പെട്ടകൻ ചലിക്കാൻ തുടങ്ങി. നൈൽ നദിക്കകത്ത് തിരമാലയുടെ ഓളത്തിനകത്ത് മോശക്കുന്ന് കണ്ണ് തുറന്ന് നിലവിളിക്കാൻ തുടങ്ങി. കൊച്ചു കുഞ്ഞിനറിയത്തില്ല അവന്റെ നിലവിളി എവിടെ എത്തി. സ്വർഗത്തിലെത്തിയപ്പോൾ സ്വർഗത്തിന്റെ ക്യാമറ എവിടെ ഇറങ്ങി? പറവോന്റെ കൊട്ടാരത്തിനകത്തിറങ്ങി. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ മോശക്കുഞ്ഞിന് മാത്രമല്ല അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ദിസ് മോർണിംഗ്, ഇന്ന് പ്രഭാതത്തിൽ ആരാ? പറവോന്റെ പുത്രി എവിടെ വന്നു? മോശക്കുഞ്ഞിന്റെ പെട്ടകത്തെ ചുമക്കുവാൻ ഇറങ്ങി. ഇന്ന് പകൽ വചനം കേൾക്കണം. നിന്റെ കണ്ണുനീരിനെ മാനിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ആർ നിനക്കെതിരെ കൽപ്പന എഴുതിയോ അവന്റെ കൊട്ടാരത്തിലെ പുത്രിയെ കൊട്ടാരത്തിൽ നിന്ന് എവിടെ അയച്ചു? കുളിക്കടവിലേക്ക് അയച്ചു. മോശയെ ആരാ? വാഗ്ദത്തമുള്ളവൻ. എന്താ അതിന്റെ പ്രത്യേകത? 40 വർഷം പറവോന്റെ കൊട്ടാരം. 40 വർഷം അമ്മായിയപ്പനായി യിത്രോവിന്റെ ആടുകൾ. 40 വർഷം ഹല്ലേലൂയ ജനത്തെ പുറപ്പെടുവിച്ച് 120 ചെങ്കടലിനെ വിഭജിക്കുവാൻ, ഒരഭിഷേകത്തിന്റെ ചുള്ളിവടി കിട്ടേണ്ടവനെ തകർക്കുവാൻ ഒരു തിരമാലയ്ക്ക് കഴിയത്തില്ല. കരമുയർത്തുന്നവർക്ക് ഇന്ന് പകൽ വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു കൊടുങ്കാറ്റിന് കഴിയത്തില്ല. പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ ഒരു തിരമാലയ്ക്ക് കഴിയത്തില്ല. കരമുയർത്തി പറ. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ക്യാൻസറിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു തൈറോയിഡിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ട്യൂമറിന് കഴിയത്തില്ല. ഇന്ന് പകൽ ആര് പറയൂ? എൻ്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. കൊല്ലം പട്ടണത്തിൽ പറ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണെന്നെ ദർശിച്ചെങ്കിൽ നിയമിക്കപ്പെട്ട നാളുകളിൽ എനിക്ക് വേണ്ടതല്ല ഈ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയെങ്കിൽ ദ മൈറ്റി പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഇന്ന് പ്രഭാതത്തിൽ പറ. ഞാൻ ഇരിക്കുന്നത് അറിയുന്ന ദൈവം, ഞാൻ എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, എൻ്റെ നടപ്പും കിടപ്പും അറിയുന്ന ദൈവം, ദൂരത്ത് നിന്ന്
നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം ആകാശത്ത് കയറിയാൽ അവന്റെ കരം എന്റെ കൂടെ ഇരിക്കുക. ഇന്ന് കീഴെ പാതാളത്തിൽ കിടക്ക വിരിച്ച അവന്റെ കരം എന്നെ കൂടെ ഇരിക്കുക. ഇന്ന് കൊല്ലത്തെ ദൈവജനം പറഞ്ഞാട്ട് വിശ്വാസത ഇവിടെ സുനാമി വരട്ടെ, ഭൂകമ്പം വരട്ടെ, നിന്റെ ഭവനം വീഴുവാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. ഇന്ന് രാത്രി ആകാശത്തിൽ നിന്ന് ഉൾക്ക വീഴട്ടെ. കരമുയർത്തി അമ്മാമേ പറ, ഇയ്യോബിന്റെ ഭവനത്തെ വേലി കെട്ടി കാത്ത ദൈവം എന്റെ കുടുംബത്തെയും എന്റെ കുഞ്ഞുങ്ങളെ കാക്ക്. ഇന്ന് പകൽ വിശ്വാസത്തോടെ ഒരനർത്ഥം എനിക്ക് വരികയില്ല, ഒരു ബാധ എന്റെ കൂടാരത്തിൽ അടുക്കയില്ല, എന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം ഇന്ന് രാത്രി പകൽ സിംഹത്തിന്മേലും ആണലിമേലും ഞാൻ ചവിട്ട്, പെരുമ്പാമ്പിനെ ഞാൻ മെതിച്ചു കളയോ. ഇന്ന് പകൽ കൊല്ലം പട്ടണം പറഞ്ഞാട്ട് നിന്റെ വശത്ത് 1000 പേരും വീട്. കരമുയർത്തുന്നവർക്ക് നിന്റെ വലതുവശത്ത് 10,000 പേരും വീട്. ബ്രദർ സിസ്റ്റർ, എന്നാൽ ഇന്ന് പകൽ ഒന്നും നിന്നോട് അടുത്ത് വരികയില്ല. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ദൈവം അറിയാതെ നിന്റെ തലയിലെ ഒരു മുടി നാര് പോലെ താഴെ വീഴുക എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. സ്തോത്രം. മോശക്കുഞ്ഞിനെ കാത്ത ദൈവം നിന്നെ കാക്ക്. ഒരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ കേൾക്കണം. എന്താ സംഭവം എന്നറിയാമോ? ഇന്ന് പകൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ കുഞ്ഞുങ്ങൾ കല്ലടയാറ്റി കുളിക്കാൻ വരുമോ? സ്വോത്രമില്ല. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ മക്കൾ വരുമോ? പിണറായി വിജയൻ്റെ മക്കൾ പെരിങ്ങാലത്ത് ചിറയിൽ കുളിക്കാൻ വരുമോ? വരത്തില്ല. എന്നാൽ വാഗ്ദത്തമുള്ളവൻ്റെ നിലവിളി അന്തപ്പുരത്തിനകത്തിറങ്ങിയാൽ ആരവനെതിരെ കൽപ്പന എഴുതിയോ അവൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പറമോൻ്റെ പുത്രിയെ കുളിക്കടവിലേക്ക് അയച്ചതാ. ഇന്ന് പകൽ കരമുയർത്തി പറ, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. നിർണയപ്രകാരം കൊല്ലം പട്ടണത്തിൽ വിളിക്കപ്പെട്ടവർക്ക് ഇന്ന് പകൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തപരമായി വഴി നടത്തുന്ന നല്ല ദൈവം. സ്വോത്രം. പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. സ്വർഗത്തിൻ്റെ സന്നിധി പ്രാർത്ഥന 24 മണിക്കൂർ ഓപ്പൺ, 7 days ഓപ്പൺ, 365 days വർക്കിംഗ്. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിൽ. യഹൂദൻ്റെ നിലവിളിയുടെ മുൻപിൽ അവൻ എന്ത് ചെയ്യും? അവൻ പഴയതൊന്നും ഓർക്കത്തില്ല. അവൻ്റെ കാൽവലവും മലയിൽ ചവിട്ട്. ലാസ്റ്റ് മോമെന്റ് വായിക്കാം. 6000 കിലോമീറ്റർ ഭൂകമ്പം വരാൻ പോവുക. അതിനുമ്പ് ദൈവസഭ എടുക്കപ്പെടും. സെമിനാർ 6000 കിലോമീറ്റർ എർത്തേക്ക് സ്റ്റാർട്ടഡ് ടു ഇറാഖ് ടു മൊസാംബിക്ക്. വായിക്കാം സെക്കരിയ പ്രവചനം 14:4-5. ദ ലാസ്റ്റ് വേർഡ്സ്. സെക്കരിയ 14:4-5 വായിച്ചാട്ട് മക്കളെ. അന്നാളിൽ അവന്റെ കാൽ, ദാണ്ട യഹൂദന്റെ നിലവിളിയുടെ മുൻപിൽ അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമലയിൽ നിൽക്കും. അടുത്തത് ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. കിടക്കുന്ന അതിന്റെ 6000 കിലോമീറ്റർ ഭൂകമ്പം. 1 സെക്കൻഡ് കൂടി ദൈവമക്കൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് 2 മണിക്കൂർ നമ്മുടെ പ്രഭാഷണം പോകുമ്പോൾ കാത്തിരുന്ന ദീർഘക്ഷമയോടെ നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. 2009 ഒരു നിർണായക വർഷം. ഇസ്രായേലിൽ ഒലിവുമലയിൽ ഒരു റിസോർട്ടുണ്ട്, 7 ആർച്ച് റിസോർട്ട്. അതിൻ്റെ ഒരു പ്രത്യേക 2009 അന്നത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഏറിയൽ ഷാരോൺ 2 ഹോട്ടൽ പാർട്ട്നേഴ്സ് ഷെറാട്ടൺ ഹിൽട്ടൺ അവരവിടെ വന്നു. അവർ പറഞ്ഞു ഒരു 100 years കുറച്ച് സ്ഥലം തരണം, ഒലിവുമലയുടെ അടിവാരം ഞങ്ങൾ റിസോർട്ട് പണിയാം. അപ്പോൾ പറഞ്ഞു ഓക്കെ. ഇന്ന് പകൽ ചെമ്മാൻമുക്കിൽ ഒരു വീട് പണിയണമെങ്കിൽ ആശാരിയും മേശരിയും കുറ്റിയടിക്കുന്നവരും മതി. അല്ലെങ്കിൽ കടപ്പാക്കട തേവള്ളിയിൽ ഒരു ഹൈ റൈസ് ബിൽഡിംഗ് വേണമെങ്കിൽ പില്ലർ അടിക്കണം. അന്ന് അവിടുത്തെ കമ്പനികൾ താഴോട്ട് നോക്കി ഒലിവുമലയിൽ കുഴിക്കാൻ തുടങ്ങി. പില്ലർ കണ്ടത് ഒലിവുമലയിൽ അടിവാരം 2009 പിളർന്നിരിക്കുന്നു. 2009 ഒരു നിർണായക വർഷമാണ്. തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ സ്പോൺസർ, UN-നകത്തൊരു ന്യൂവേ വേൾഡ്, അന്ന് ചിക്കൻ ഗുനിയ, ഇതെല്ലാം 2009. 2009 ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി ബിറ്റ് കോയിൻ, ഇതെല്ലാം എതിർ ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ചാലുകൾ. ഓരോന്ന് പ്രസംഗിച്ചാൽ നമ്മൾ ദിവസങ്ങളെടുക്കും. അപ്പോൾ അവരാദ്യം നോക്കിയപ്പോൾ ഒലിവുമലയുടെ അടിയിൽ പിളർന്നിരിക്കുന്നു. അന്ന് വേൾഡിലെ ഏറ്റവും വലിയ നിങ്ങളുടെ മൊബൈൽ കിട്ടുക കൺസൾട്ടേഴ്സ് ഹാൽക്രോ, എർത്തിൻ്റെ അടി പരിശോധിക്കുന്ന വേൾഡ് വൈഡ് കമ്പനി ഹാൽക്രോയെ കൊണ്ടുവന്നു. നമ്മുടെ ശങ്കേഴ്സിലും ബെൻസിഗറിനകത്ത് എൻഡോസ്കോപ്പിക്ക് ക്യാമറ ഇടുന്നത് പോലെ ഭൂമിയുടെ അടിയിൽ ഇസ്രയേൽ ക്യാമറ ഇട്ടപ്പോൾ ഒരു കാര്യം കണ്ടു. അടിയിൽ ഒരാഴ്ച തുടങ്ങി ക്യാമറയും വലിച്ച് സ്ഥലം കാലിയാക്കി. നിക്കോഗിനകത്ത് ഇന്ന് പ്രഭാതത്തിൽ ഇരിക്കുന്ന ദൈവമക്കള് നാഥൻ്റെ കാൽ ചവിട്ടുന്നതിന് വേണ്ടി 1 ഒലിവുമല പിളർന്നു, 2 ഒരാഴ്ച തുടങ്ങി. നമ്മൾ ഇവിടെ ഹല്ലേലൂയ തുടങ്ങിയിട്ടില്ല. സ്വോത്ര നമ്മൾ ഇതുവരെ സ്വോത്ര ഇഞ്ചി തിന്ന കുരങ്ങനെ പോലെ നമ്മൾ ഇരിക്കുക. സ്വോത്രം. നാഥൻ്റെ കാൽ ചവിട്ടാൻ വേണ്ടി അവിടെ ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. ഒലിവുമല 2 പിളരും. 6000 കിലോമീറ്റർ ഭൂകമ്പം. അടുത്ത വാക്കൂടെ വായിക്കുമ്പോൾ അവസാനിക്കും. കുഞ്ഞു വായിച്ചാട്ടെ.
ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. ഇംഗ്ലീഷിൽ we are giving a pronunciation Rift Valley 6000 kilometer. Then വായിച്ചാട്ടെ. മലയുടെ ഒരു പകുതി വടക്കോട്ടും ഒരു പകുതി വടക്കോട്ടും 6000 കിലോമീറ്റർ ലോകം 2. വായിച്ചാട്ടെ. മറ്റേ പകുതി തെക്കോട്ടും വാങ്ങിപ്പോകും. തെക്കോട്ടും വാങ്ങിപ്പോകും മലകളുടെ. എന്നാൽ മലകളുടെ താഴ്വര ആസൽ ആസൽ മതി മക്കളെ, ഇനി ബാക്കി മറ്റൊരിക്കൽ 2 മണിക്കൂറാകുന്നു. ആസൽ ആ സൗത്ത് ആഫ്രിക്കയിലെ മൊസാംബിക്. ദ എർത്ത് സ്റ്റാർട്ടഡ് ഇറാഖ്. ദ ഡിവിഡൻഡ് ഓഫ് എർത്ത് ലാസ്റ്റ് മൊമെന്റ് വരുന്നത് മൊസാംബിക്ക് വരെ 6000 കിലോമീറ്റർ. പ്ലേറ്റ് ഇപ്പോഴേ കുലുങ്ങിയിരിക്കുക നാഥൻ്റെ കാൽ. ബാക്കി ഞാൻ തൊടുന്നില്ല. എസക്കേൽ 38:19-20 അന്നാളിൽ ഇസ്രായേൽ ദേശത്ത് വലിയൊരു ഭൂകമ്പമുണ്ടാകും. ബൈബിളിനകത്തുണ്ട്. ഇനിയാ അവസാന ഭാഗം. 6 കാര്യങ്ങൾ ഇസ്രായേൽ. 1, സൈന്യങ്ങൾ യെരുശലേമിനെ പറയും. യേശു പറഞ്ഞോ മത്തായി 21:37 യെരുശലേമേ യെരുശലേമേ, ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ച് കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. ഇതാ സംഭവം. ബാക്കി നമുക്ക് 2 മണിക്കൂർ പോലും തീരത്തില്ല. മത്തായി 21:37 ലൂക്കോസ് 21 സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തുപോയി. ഗർഭിണിക്ക് മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. യെരുശലേം കരയാൻ പോവാ. ഇന്നത്തെ ഇസ്രായേൽ കരയും. അവൻ്റെ കാൽ ഒലുമലയിൽ ചവിട്ടും. 5 സംഭവങ്ങൾ ഒലുമല. റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യം. 2 വിമാനങ്ങൾ ആകാശത്ത് ഹുങ്കാരം. 3 യഹൂദൻ്റെ നിലവിളി. 4 അവൻ്റെ കാൽ ഒലുമലയിൽ ചവിട്ടും. 5 6000 കിലോമീറ്റർ ഒരു ഭൂകമ്പം ഉണ്ടാവും. കൊല്ലത്തുനിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ദൈവമക്കള് ഈ സംഭവം 5 ഇസ്രയേലിൽ നടക്കുമ്പോൾ അതിനു മുമ്പ് 6ാമത്തെ ഒരു സംഭവം കടപ്പാക്കടയിലും ചിന്നക്കടയിലും മുഴങ്ങും. അതിൻ്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം. കരമുയർത്തുന്നവർക്കായി പ്രധാന ദൂതന്റെ ശബ്ദം. ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെട്. ഇന്ന് പകൽ അവസാന ഭാഗം. 1ാം ലോകമഹായുദ്ധം കേൾക്കണം. ഒരുവൻ വന്നു. സർവരാഷ്ട്ര സംഘടന ലീഗ് ഓഫ് നേഷൻസ്. ദ സെക്കൻഡ് വേൾഡ് വാർ ഇപ്പോഴും ഉണ്ട്. യുണൈറ്റഡ് നേഷൻസ്. 3rd വേൾഡ് വാർ കഴിയുമ്പോൾ മൈക്രോ ചിപ്പുമായി ഒരുവൻ വരാൻ പോകുന്നു. എതിർ ക്രിസ്തു അവൻ അടുക്ക വാതുക്കൽ. അപ്പോൾ വെളിപ്പാട് 13:1-2 അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. പഴയ പുള്ളിപ്പുലി ഗ്രീസ്, ഇന്നത്തെ ഇറാൻ, അതിൻ്റെ കാൽ കരടിക്കാൽ, അതിൻ്റെ വായ്മുഖം സിംഹമുഖം ഇന്നത്തെ ഇറാഖ്, അതിന് മഹാസർപ്പം. ഉലകത്തെ പിടിച്ചവൻ വലിയ ശക്തിയും അധികാരവും സിംഹാസനവും കൊടുക്കും. 1ാം ലോകമഹായുദ്ധം ലീഗ് ഓഫ് നേഷൻസ്. 2nd വേൾഡ് വാർ യുണൈറ്റഡ് നേഷൻസ്. ദ 3rd വേൾഡ് വാർ വരാൻ പോകുന്നു എതിർ ക്രിസ്തു. എന്നാൽ ഇന്ന് പകൽ പ്രത്യാശയുള്ള കരം നമ്മുടെ വലത് കരം ഉയർത്തിയാട്ടെ. നമ്മുടെ പ്രത്യാശ വലത് കരം ഉയർത്തിയാട്ടെ. ഞങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മളെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നു. ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് യേശു മടങ്ങി വരും. ആരെ ചേർക്കാൻ? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വരാറ്. 2 മണിക്കൂർ ഈ സെമിനാർ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. സത്യവചനം ഓൺ കമ്പാരിസൺ ഇസ്രായേൽ ഗാസ, ഓൺ കമ്പാരിസൺ ഇസ്രായേൽ റഷ്യ. ഇതുവരെ ഈ സത്യവചനം കേട്ട് ക്രിസ്ത്യൻ ലൈവ് ഓൺലൈൻ മീഡിയ ആരെങ്കിലും കാണുന്നെങ്കിൽ പുണ്യസ്ഥലങ്ങൾ തേടണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് പകലും നെഞ്ചത്ത് കൈവച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. आज सुबह हम लोग का प्रभाषण जो आदमी मीडिया से सुनने वाला है, आप लोग किधर भी जाने का नहीं. 2000 साल पहले हमारा परमेश्वर उनका बच्चा यीशु मसीह को धरती में भेज दिया. 3 साल में वो कालवरी का पहाड़ का अंदर 2 चोर का बीच में वो मृत्यु हो गया. एक भगज ने आया, हमारा यीशु मसीह का पेट का अंदर चाकू मारा. उधर से 5.5 लीटर खून निकल गया. उनकी खून से मेरे के सफाई करने को किसी भाई, किसी बहन, किसी माता, किसी पिता इसी लाइव में हाथ उठा के वो परमेश्वर का रक्षा आप लोग पकड़ेगा. आपका नाम जीव का किताब में डालेगा. जीव का किताब में जो नाम डालने वाला को फिर भी लेके आने के लिए मेरा यीशु फिर भी आएगा.
ജീവന്റെ വചനം ഏറ്റെടുത്ത് രക്ഷയുടെ പെട്ടകത്തിൽ ക്രിസ്തുവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന ദൈവമക്കളെ ചേർക്കാൻ യേശു വരാറായി. ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. പഴയ നിയമത്തിൽ ഒരുവനെ തള്ളിക്കളഞ്ഞു യോസഫ്. പൊട്ടക്കിണറ്റിലും പൊത്തിപേറിൻ്റെ ഭവനത്തിലും അടിമച്ചന്തയിലും കാരാഗ്രഹത്തിലും ഓർക്കേണ്ടവർ ഓർത്തില്ല. ഒരു നിഴൽ ഫറവോൻ്റെ കൊട്ടാരത്തിനകത്ത് അവൻ എന്തായി തീർന്നെന്നറിയാമോ? ഉപപ്രധാനമന്ത്രി ചേട്ടന്മാർ അരിയും പലോഞ്ഞണം മേടിക്കാനാണ് വന്ന് അരിയും പലോഞ്ഞണം കൊടുത്തു. വീട്ടിലുള്ള 72 പേർക്ക് വിസയും കൊടുത്തു. നിഴൽ യോസഫിൻ്റെ രഥങ്ങൾ, ഫറവോൻ്റെ രഥങ്ങൾ എവിടെ ഇറങ്ങി? ഇവിടെ ഇസ്രായേൽ മണ്ണിലിറങ്ങി മിസ്രൈമിൻ്റെ രഥങ്ങൾ. അതൊരു നിഴലെങ്കിൽ യഹൂദൻ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മധ്യാകാശത്തിൽ വെളിപ്പെടാൻ കാലമായി നമ്മുടെ നാഥൻ വരാറായി. പാറയുടെ വിളർപ്പിലും കടുംതൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാൻ കണ്ടോട്ടെ. സെമിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കുമായി 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. അവസാന ഭാഗം ആ പ്രാവിൻ്റെ കാലുകൾ കൂട്ടിക്കെട്ടിയിരിക്കും. ലേവ്യ പുസ്തകത്തിലെ യാഗം പുരോഹിതൻ പുറകോട്ട് നോക്കും. മാർപ്പത കത്തിയുണ്ട് ദൈവദാസൻ. എന്താ സംഭവിക്കുന്നത്? ആ കത്തി നല്ല പ്രാവിനെ നോക്കിയിട്ട് പടപടാ കഴുത്ത് പിടിക്കും. അതിൻ്റെ കഴുത്തിറക്കും. ആ രക്തം യാഗപീഠത്തിൽ തളിക്കും. 2 കാര്യം. അവിടെ ഒരു പ്രാവിൻ്റെ ഉടലിൽ പിടയ്ക്കും. കഴുത്തറത്തപ്പോൾ രക്തം തെറിച്ച പ്രാവ് മിണ്ടാതിരിക്കും, അനങ്ങത്തില്ല. യാഗപീഠത്തിനകത്ത് യാഗത്തളി കഴിച്ച് അവസാനമായി പുരോഹിതൻ ആ താമ്രത്തൊട്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് കഴുകി കത്തി ഇടാൻ നോക്കുമ്പോൾ പുറകിൽ ഒരു കാഴ്ച കാണും. ഒരു പ്രാവ് തഞ്ഞൻ അല്പം പിടയ്ക്കുന്നു, മറ്റേതിൻ്റെ മുഖത്ത് രക്തം. യാഗം കഴിഞ്ഞല്ലോ, ഇനി ആവശ്യമില്ല. ആ കെട്ടിനകത്ത് ഒരറപ്പ് കൊടുക്കും. പഴയ നിയമത്തിൻ്റെ യാഗം. ഉടൽ പിടയ്ക്കുന്നത് മാറുമ്പോൾ കെട്ടഴിഞ്ഞ പ്രാവ്, രക്തം തെറിച്ച പ്രാവ് പിന്നെ അവിടെ ഇരിക്കത്തില്ല. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും. ഇന്ന് പകൽ കൊല്ലത്ത് സെമിനാറിനകത്ത് കടന്നു വന്ന ദൈവദാസന്മാരെ, സഹോദരന്മാരെ, എൻ്റെ പ്രിയ സഹോദരിമാരെ, ഓൺലൈനിൽ കാണുന്ന കുഞ്ഞുങ്ങളെ, ഇന്ന് പകൽ ആര് നിങ്ങളുടെ മുഖം കണ്ടില്ലേലോ നിങ്ങളുടെ മുഖം കാണുന്ന കാന്തൻ ഈ തലമുറയിൽ വരാറായി തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ